സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശൈലാന്തദേശകമജം മനസാപ്യഗമ്യം അക്ഷീണപുണ്യപരിഭാഗഫലൈകഗമ്യം കുക്ഷിസ്ഥസർവജഗദണ്ഡകടാഹരമ്യം വന്ദേ സദാ ഹരിപുരാലയരമ്യഹർമ്മ്യം. ജന്മാദ്യസ്യേതസ്സദാം സുകൃതിനാം സ്വർഗാപവർഗൗ യതോ യത്സേതുർജഗദാം ഭവേത് യദഖിലം ബ്രഹ്മേതി നിഷ്കർഷത. ഭക്താനാം ഹിതഹേതവേ യദഭവത് പൂർണ്ണേന്ദുബിംബാനന കൃഷ്ണ സത്യമനന്തമദ്വയമസൗ ചിത്തേ സ്ഥിരീഭൂയതാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം, മള്ളിയൂർ ഗണപതി ഭഗവാനീ ശരണം. മള്ളിയൂർ ഗണപതി ഭഗവാന്റെ ഈ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന ഭാഗവത ഉപാസനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചത് പരമഭാഗ്യമായി കരുതുന്നു. എത്രയോ ഭക്തസഹസ്രങ്ങളെ തൻ്റെ വാഗർത്ഥ ഗൗരവമാർന്ന ആ പ്രഭാഷണത്താൽ ഭഗവാനിലേക്ക് അടുപ്പിച്ച മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ആ ഭാഗവത പരമഹംസം ഉപാസിച്ച് തേജോമയമാക്കിയ ഈ പുണ്യസങ്കേതത്തിൽ വെച്ച് അദ്ദേഹം ഉപാസിച്ച ആ ഭാഗവത പരമഹംസം ഉപാസിച്ച ആ പാരമഹംസ സംഹിതയെ തന്നെ ഉപാസിക്കുവാനുള്ള അസുലഭമായിട്ടുള്ള ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. നൈമിഷാരണ്യ പുണ്യഭൂമിയിൽ വെച്ച് ശൗനകാദി മുനീശ്വരന്മാർക്ക് പ്രോജ്ജിത കൈതവമായ ധർമ്മത്തെ വിസ്തരിക്കുന്ന ഭാഗവതത്തെ വിവരിച്ചു കൊടുക്കുകയാണ് ഉഗ്രശ്രവസ് എന്ന പുരാണാചാര്യൻ. ശ്രീനാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഭാഗവത രചനയിലേക്ക് പ്രവേശിച്ചു വ്യാസഭഗവാൻ. അജ്ഞാനാന്ധകാരത്തിൽ അണ്ടുമുങ്ങിയ ഈ ലോകത്തെ സമുദ്ധരിക്കുവാനും വേണ്ടി അവതരിച്ച അതിവിമലപ്രകാശദായകനായിട്ടുള്ള ആ വ്യാസൻ പാണ്ഡവരുടെ കഥയോട് കൂടിയിട്ടാണ് ആരംഭിച്ചത് എന്ന് വർണ്ണിച്ചു. ഭീകരമായ കുരുപാണ്ഡവ യുദ്ധത്തിൽ ഭീമസേനൻ്റെ അതിശക്തമായ ഗദാപ്രഹരമേറ്റ് വീണു ദുര്യോധനൻ. അതിനുശേഷം ഉത്തരാഗർഭത്തിലേക്ക് അശ്വത്ഥാമാവിൻ്റെ തീക്ഷ്ണമായ ശരപ്രയോഗം. ഉത്തരയുടെ പ്രാർത്ഥന കേട്ട് പരമകാരുണികനായ ആ ഭഗവാൻ ഉത്തരാഗർഭത്തിലുള്ള ആ പിഞ്ചോമനിയെ രക്ഷിച്ച രംഗം വർണ്ണിച്ചു. മാതൃഗർഭത്തിൽ വെച്ചു തന്നെ ഭഗവതനുഗ്രഹം നേടിയ ആ ജീവൻ അനുകൂലമായ ഗ്രഹോദവേളയിൽ ഭുജാതനായ ആ രംഗം വർണ്ണിച്ചു. പിന്നീട് പരീക്ഷിത്തെന്ന് കീർത്തിക്കപ്പെട്ട ആ പാണ്ഡവ പൗത്രനിലേക്ക് രാജ്യാധികാരമൊക്കെ കൈമാറിയ ശേഷമുള്ള ആ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം അല്ലേ. പ്രസ്ഥാനം എന്ന് വെച്ചാൽ യാത്ര, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭഗവാനെ തേടിയുള്ളതായ ആ യാത്ര, അതുവരെയൊക്കെയാണ് വർണ്ണിച്ചത്. അതിനുശേഷം തതഃ പരീക്ഷദ്വിജവര്യശിക്ഷയാ മഹീം മഹാഭാഗവത ശശാസഃ യഥാ ഹി സൂത്യാമഭിജാതഗോവിദാഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തഥാ. അഭിജാതഗോവിദാഃ
സൂത്യാം യഥാസമാദിശൻ തഥാ മഹദ്ഗുണോ മഹാഭാഗവത പരീക്ഷിത് തതോ ദ്വിജവിർശിക്ഷയാ മഹീം ശശാസ. അഭിജാത ഗോവിന്ദന്മാർ പറഞ്ഞതുപോലെ, എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, സകല കല്യാണ ഗുണധിയും ഭക്താഗ്രിഗണ്യനുമായ ആ പരീക്ഷിത്ത് മഹാത്മാക്കളുടെ ഉപദേശങ്ങളൊക്കെ വാങ്ങി ജനക്ഷേമതൽപരനായിട്ട് ഒരു ഈശ്വരാരാധന പോലെ പരിശുദ്ധമായി കണ്ട് രാജ്യഭരണം നടത്തിയെന്നാണ് ആ കാലഘട്ടത്തിൽ സ ഉത്തരസ്സതനയാം ഉപയമ ഇരാവതിയും. വിരാട രാജാവിന് 2 മക്കളായിരുന്നു. അതിൽ പുത്രൻ്റെ പേരാണ് ഉത്തരൻ, പുത്രിയുടെ പേര് ഉത്തര. ആ ഉത്തരയെ അഭിമന്യു വിവാഹം കഴിച്ചു. ആ ഉത്തരയുടെയും അഭിമന്യുവിൻ്റെയും പുത്രനാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് പിന്നീട് മാതുലപുത്രിയായ, അതായത് ഉത്തരൻ്റെ പുത്രിയായിട്ടുള്ള ആ ഇരാവതിയെ വിവാഹം കഴിച്ചതായിട്ടുള്ള ആ രംഗം വർണ്ണിച്ചു. അവരുടെ വിശേഷപ്പെട്ട ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ജനമേജയൻ മുതലായ 4 കുട്ടികൾ പറഞ്ഞതായ ആ രംഗം അവിടെ വർണ്ണിച്ചു. പിന്നീട് അജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്ര അക്ഷിഗോചരാഹ. ശാരദ്വതനെ ഗുരുനാഥനാക്കി, ആചാര്യനാക്കി എന്നാണ്. ശാരദ്വതൻ എന്ന് വെച്ചാൽ ശരദ്വാൻ എന്ന മഹാനുഭാവൻ്റെ പുത്രൻ, കൃപാചാര്യർ, ചിരഞ്ജീവിയായിട്ടുള്ള കൃപാചാര്യരെ ആചാര്യനാക്കി ഗംഗാതീരത്ത് വെച്ച് വളരെ വിശേഷമായ രീതിയിൽ അദ്ദേഹം 3 അശ്വമേധയാഗങ്ങൾ നടത്തുകയുണ്ടായി. ആ യാഗവേളയിൽ ദേവന്മാരൊക്കെ ആ യാഗഭൂമിയിൽ നേരിട്ട് വന്ന് യജ്ഞാംശം സ്വീകരിച്ച് അനുഗ്രഹിച്ചു എന്നാണ്. പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ധർമ്മപുത്രരെ, കൃപാചാര്യരെ പരീക്ഷത്തിൻ്റെ ഗുരുനാഥനായിട്ട് നിശ്ചയിക്കുന്ന രംഗമൊക്കെ മഹാഭാരതത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും പരീക്ഷത്ത് പിന്നീട് ദിഗ്വിജയ യാത്ര നടത്തി രാജ്യത്തിലുടനീളം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഘട്ടത്തിൽ തത്ര തത്രോപസൃണ്വാനസ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണം ചേഷ കൃഷ്ണമാഹാത്മ്യസൂചകം. തൻ്റെ പിതാമഹന്മാർക്ക് ഭഗവാനിലുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ ഭക്തി, അതുപോലെ ഭഗവാന് തൻ്റെ പിതാമഹന്മാരോടുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യങ്ങൾ, ഇവയൊക്കെ നിരന്തരം ആ പ്രജകളിങ്ങനെ പറയുന്നത് അദ്ദേഹം കേൾക്കാനിടയായി എന്നാണ്. സാരഥിയായും സഭാപതിയായും ദാസനായും തോഴനായും വർത്തിച്ച് ഭഗവാനാടിയ നിരവധിയായ ലീലകളെ ആ ജനങ്ങൾ നിരന്തരം കീർത്തിക്കുന്നത് കേൾക്കാനിടയായ പരീക്ഷത്ത്. അതുമാത്രമല്ല, ആത്മാനം ച പരിത്രാതമശ്വത്ഥാം മനോസ്ത്ര തേജസ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ. തന്നെ ആ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രതേജസ്സിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാനാണെന്ന് പരീക്ഷിത്ത് മനസ്സിലാക്കി. അങ്ങനെ പാണ്ഡവരെക്കാൾ വലിയ കൃഷ്ണഭക്തനായി മാറി പരീക്ഷിത്ത്. പിതാമഹന്മാർ തെളിയിച്ചു കൊടുത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യപരിപാലനം നടത്തുന്നതായ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഒറ്റക്കാലിൽ വിഷമിച്ചു നിൽക്കുന്ന കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവനെയും, അതുപോലെ കുട്ടി നഷ്ടപ്പെട്ട അമ്മയെപ്പോലെ ദുഃഖിതയായ പശുരൂപം ധരിച്ച ഭൂമിദേവിയെയും കാണാനിടയായി. ധർമ്മദേവനും ഭൂമിദേവിയും പരസ്പരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ രംഗത്തിലേക്കാണ് പരീക്ഷിത്ത് തമ്പുരാൻ എത്തിച്ചേരുന്നത്. ധർമ്മദേവൻ ഭൂമിദേവിയോട് ചോദിച്ചു, ദുഃഖകാരണം എന്താണ്? നീ എന്താണ് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? ഹേ ഗോരൂപിണി, നിൻ്റെ മുഖം ഇങ്ങനെ വാടുവാനും ശോഭയറ്റതാകാനും എന്താണ് കാരണം? ഒരുപാട് ദൂരെ താമസിക്കുന്ന ബന്ധുജനങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ടാണോ നീ ദുഃഖിക്കുന്നത്? പാതേർന്യൂനം ശോചസി മൈകപാദം ആത്മാനം വാ വൃഷളേർഭക്ഷ്യമാണം അഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസ്വിത് ഭഗവത്യവർഷതി. 3 കാലം നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന എൻ്റെ പ്രയാസം ഓർത്തിട്ടാണോ നീ ദുഃഖിക്കുന്നത്? അതോ
ധർമ്മഹീനരായ ഒരുപാട് രാജാക്കന്മാർ നിന്നെ ഭരിക്കാനിടവരുമെന്നും അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ ഇനിയും അനുഭവിക്കേണ്ടതുണ്ട് എന്നുമുള്ള ആ ചിന്തയാണോ നിന്നെ അലട്ടുന്നത്? അതോ യാഗഭാഗങ്ങളെ അസുരന്മാർ അപഹരിക്കുന്നതിനാൽ ദേവന്മാർക്ക് യഥാവിധി ആ യാഗാംശമായ ആഹാരം ലഭിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? ആ ഇന്ദ്രൻ്റെ വർഷമേഘങ്ങൾ പെയ്തിറങ്ങാതിരിക്കുമ്പോൾ ജനങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ദുരിതരാശികളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചിട്ടാണോ? എന്ത് ഓർത്തിട്ടാണ് നീ ദുഃഖിക്കുന്നത്? യദ്വാമ്പതേ ഭൂരിഭരാവതാരകൃതാവതാരസഹരേർധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. ഇതൊന്നുമല്ലെങ്കിൽ ഭൂമിയുടെ ഭാരം തീർക്കുവാൻ വേണ്ടി അവതരിച്ച ആ വേണുഗോപാലമൂർത്തിയുടെ വിശ്വമോഹനങ്ങളായ ലീലകളും അതുപോലെ ഭഗവാന്റെ സുധാമഗമനം മൂലമുണ്ടായ വിഷമങ്ങളും ഓർത്തിട്ടാണോ നീ ദുഃഖിക്കുന്നത്? ഇതിൻ്റെ ദുഃഖം എന്താണെങ്കിലും അത് എന്നോട് പറയണേ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ് ധർമ്മദേവൻ. ധർമ്മദേവൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ട് തൻ്റെ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ് ഭൂമിദേവി പറഞ്ഞു, യോ വൈ മമാതിപരമാസുരവംശരാജ്ഞാം അക്ഷൗഹിണീ ശതമപാനുഗതാത്മതന്ത്ര ത്വാം ദുസ്ഥമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയൻ യദുഷുരം മമഭിപ്രതംഗം. ആസുരഗുണങ്ങളോടുകൂടിയ നിരവധിയായ ആ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ അക്ഷൗഹിണീ സേനകളാകുന്ന ആ ഭാരം എനിക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള അവസ്ഥയിലെത്തിയപ്പോൾ മമാ അതിപരം ആത്മതന്ത്ര യ അപാനുതത്, എൻ്റെ ആ കഷ്ടപ്പാടുകൾ മുഴുവൻ സർവതന്ത്ര സ്വതന്ത്രനായ ആരാണോ ഇല്ലാതാക്കിയത്? അതുപോലെ ഊനപദം ദുസ്ഥം ത്വാം ആത്മനി പൗരുഷേണ സമ്പാദിയൻ യദുഷു രമ്യം അംഗം അഭിഭ്രത്. കാലൊടിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കൂടി വിഷമിക്കുന്നതായ അങ്ങയെയും ശക്തനും സുഖമുള്ളവനുമാക്കി തീർത്തിട്ട് യദുവംശത്തിൽ കമനീയമായ അതിരമണീയമായ സ്നിഗ്ധധാരാധരശ്യാമള കോമളങ്കനായി ആരാണോ അവതരിച്ചത്? ആ പുരുഷോത്തമൻ്റെ വിരഹം ആർക്കാണ് സഹിക്കാൻ സാധിക്കുക? ഏവം തയോഹോ കഥയതോഹോ പരീക്ഷന്നാമ രാജർഷി പ്രാചീം സരസ്വതിയും പ്രാപ്ത. ഭൂമിദേവിയും അതുപോലെ ധർമ്മദേവനും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പരീക്ഷിത്ത് എന്ന രാജശ്രേഷ്ഠൻ, പരീക്ഷിന്നാമ രാജർഷി പ്രാചീം സരസ്വതിയും പ്രാപ്ത, ആ സരസ്വതി നദീതീരത്ത് എത്തിച്ചേർന്നത്. അതേ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള കലി എന്ന ഭീകരരൂപി ഭൂമിദേവിയെയും അതുപോലെ ധർമ്മദേവനെയും ഉപദ്രവിക്കുന്നതായ രംഗം ഇത് കണ്ടുകൊണ്ടാണ് പരീക്ഷിത്തമ്പുരാൻ അവിടെ എത്തിയത്. പരീക്ഷിന്നാമ രാജർഷി എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? വളരെ കേമനാണ് പരീക്ഷിത്ത്. എന്താ പരീക്ഷത്തിൻ്റെ മഹിമ? പരീക്ഷിത്ത് എന്ന് വെച്ചാൽ എന്താ? സർവതോഭാവേന ക്ഷീയതേ ഹന്യതേ ദുരിതം യേന അല്ലേ? ചുറ്റിലുമുള്ള സകല ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന ആളാണ് പരീക്ഷിത്ത്. ഇതാണ് അഭിമന്യോരുത്തരായാം പരീക്ഷിണേഷു കുരുഷു അശ്വത്ഥാമപ്രയുക്ത ബ്രഹ്മാസ്ത്രേണ ഗർഭേവ ഭസ്മീകൃതോ ഭഗവത സകല സുരാസുരവന്ദിത ചരണയുഗളസ്യ ആത്മേച്ഛയ കാരണമാനുഷരൂപഭാവിനോ അനുഭാവാത് പുനർജീവിതം വാപ്യ പരീക്ഷിത് ജിജ്ഞേയോയം സാമ്പ്രതമേതത് ഭൂമണ്ഡലം അഖണ്ഡിതായത് ധർമ്മേണ പാലയതി എന്നൊക്കെയാണ്. അശ്വത്ഥാമാവ് പ്രയോഗിച്ചതായ തീക്ഷ്ണമായിട്ടുള്ള ആ ബ്രഹ്മാസ്ത്രത്താൽ പരീക്ഷത്ത് ആ ഉത്തരാമാതാവിൻ്റെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭസ്മീകരിക്കപ്പെട്ടതാണ്. സകല ദേവാസുരന്മാരും വന്ദിക്കുന്ന ചരണയുഗളത്തോടു കൂടിയതായിട്ടുള്ള ആ ഭഗവാന്റെ ഇച്ഛയാൽ, കാരണം മനുഷ്യരൂപനായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യത്താൽ പുനർജീവിതം ലഭിച്ചു അല്ലേ? ഭുജാതനായവനാണ് പരീക്ഷിത്ത്. അത്രയ്ക്ക് മഹാത്മ്യമുണ്ട് ആ പരീക്ഷത്തിനിതാണ്. ആ പരീക്ഷത്താണിതാ ഇപ്പോൾ ഈ ഭൂമണ്ഡലത്തെ ആകെ നിരന്തരമായ സമ്പൽ സമൃദ്ധിയോട് ഭരിക്കുന്നതായിട്ടുള്ള ആ പരീക്ഷത്ത്, ധർമ്മ പാലകനായിട്ടുള്ള പരീക്ഷത്തെ കലിയോട് ചോദിച്ചു,
മത്സരണേ ലോകേ ത്വം അബലാൻ ബലാധ്വംസി വേഷേണ നടവൻ നരദേവോസി കസ്ത്വം. ബലവാനാണെന്ന മട്ടിൽ എൻ്റെ രാജ്യത്തിൽ വന്നേ ദുർബലരായിട്ടുള്ള പ്രജകളെ ഉപദ്രവിക്കുകയാണ് നീ ചെയ്യുന്നത്. നിന്റെ വേഷങ്ങളൊക്കെ കണ്ടാൽ രാജാവാണെന്നൊക്കെ തോന്നും, പക്ഷേ നിന്നിൽ നിന്നുണ്ടാകുന്നത് മുഴുവൻ നീചമായ കൃത്യമാണല്ലോ. നീ ആരാണ്? ഗാണ്ഡീവധരനായ അർജുനനോടുകൂടി നിരവധി ലീലകളാടിയ ഭഗവാൻ കൃഷ്ണൻ സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ തക്കം പാർത്ത് നിരപരാധികളായിട്ടുള്ള പ്രജകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നീ ആരായാലും വധ്യനാണ്. നീ എൻ്റെ ഈ വാൾത്തലപ്പിന് ഇരയാവുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞതിന് ശേഷം പരീക്ഷിത് തമ്പുരാൻ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന കാളയോട് ചോദിച്ചു, 3 കാലും നഷ്ടപ്പെട്ട് ഒറ്റക്കാലിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അങ്ങ് ആരാണ്? കാളിയുടെ വേഷം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഏതെങ്കിലും ദേവനാണോ? അങ്ങേക്ക് ഈ 1 കാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? 4 കാലുകൾ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? ഇപ്പോൾ എന്താ ആ 1 കാല് മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ അല്ലേ? ആരാണ് അങ്ങയെ ഈ അവസ്ഥയിലെത്തിച്ചത്? ആരാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? കുരുവംശാലങ്കാരഭൂതരായിട്ടുള്ള പാണ്ഡവർ പരിപാലിച്ചു പോന്നതായിട്ടുള്ള ഈ ഭൂമി അങ്ങയുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കളങ്കിതമാകാൻ വേണ്ടി പാടില്ല. ഇനിമേൽ ഒരാപത്തും അങ്ങേക്കുണ്ടാവുകയില്ല എന്ന് പരീക്ഷിത് തമ്പുരാൻ പറയുകയാണ്. രാജ്ഞോഹി പരമോധർമ്മ സ്വധർമ്മസ്ഥാനുപാലനം ശാശ്വതോന്യാൻ യഥാശാസ്ത്രം അനാപതി ഉത്പധാനിഹ. യാതൊരാപത്തുമില്ലാതിരിക്കുന്ന സമയത്ത് പോലും ധർമ്മം തെറ്റി നടക്കുന്ന ദുഷ്ടജനങ്ങളെ ശാസിക്കുക എന്നുള്ളതാണ് രാജാവിൻ്റെ പരമധർമ്മം. ഏതെങ്കിലും തരത്തിലുള്ള ആപത്തൊക്കെ നമുക്ക് നേരിടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ധർമ്മമാർഗത്തിൽ നിന്നൊക്കെ അല്പമൊക്കെ വ്യതിചലിച്ചു എന്ന് വരാം അല്ലേ? അതാണ് ആപത് ധർമ്മം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അനാപതി യാതൊരു ആപത്വവും ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ പോലും ധർമ്മമാർഗത്തെ തെറ്റി നടക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ശാസിക്കുക എന്നുള്ളത് രാജാവിൻ്റെ പരമധർമ്മമാണ്. അതുപോലെ സ്വധർമ്മത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നത് കൂടി എന്താണ്? രാജധർമ്മമാണ്. പരീക്ഷത്തിൻ്റെ ഇങ്ങനെയുള്ള അമൃതൊഴുകുന്നതായ വാക്കുകൾ കേട്ട് ധർമ്മദേവൻ പറഞ്ഞു, മഹാരാജാവേ, ഭഗവാൻ കൃഷ്ണൻ സൂതനായും ദൂതനായുമെല്ലാം പ്രവർത്തിച്ചത് പാണ്ഡവരോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ് എന്നെനിക്കറിയാം. ആ പാണ്ഡവ പരമ്പരയിൽപ്പെട്ട അങ്ങയുടെ അമൃതനിശ്ചന്തിയായിട്ടുള്ള ഈ വാക്കുകൾ അങ്ങേയറ്റം ആശ്വാസം നൽകുകയാണ് തമ്പുരാനെ. എന്നാൽ താർക്കികരുടെ വാദപ്രതിവാദങ്ങൾ കേട്ട് അമ്പരിക്കുന്ന നമുക്ക് ദുഃഖത്തിന് കാരണം ആരാണെന്നോ എന്താണെന്നോ അറിയുവാൻ സാധിക്കുന്നില്ല. കേചിത് വികൽപ്പവസന ആഹുരാത്മാനമാത്മന ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും അപ്രതർക്യാത നിർദ്ദേശാത് ഇതി കേഷ്വപി നിശ്ചയ അത്ര അനുരൂപം രാജർഷേ വിമർശ സ്വമനീഷയ. ചിലർ പറയുന്നു ഈ ദുഃഖമെന്നത് സ്വയംകൃതാനർത്ഥമാണ് അല്ലേ? അവനവൻ തന്നെ വരുത്തി വെക്കുന്ന അവസ്ഥയാണ് ഇത് ദുഃഖം. അങ്ങനെയാണ് ചില ആൾക്കാർ പറയുന്നത്. ലോകേ നിജകർമ്മഭി സുഖദുഃഖഹേതവോ ഭവന്തി. അങ്ങനെയാണ് മഹാഭാരതത്തിൽ കാണാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയും, നാഭുക്തം ക്ഷീയതേ കർമ്മ ജന്മകോടിശതൈരപി അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ജന്മങ്ങൾ 100 കോടി കഴിഞ്ഞാലും അനുഭവിച്ച് തീരാത്തതായിട്ടുള്ള കർമ്മം ഒരിക്കലും നശിക്കില്ല. നല്ലതും ചീത്തയായതുമായിട്ടുള്ള കർമ്മങ്ങൾ എന്താ അനുഭവിച്ചു തന്നെ തീർക്കണം എന്നാണ്. ഏന ഏന യഥാ യദ്യത് പുരാകർമ്മ സമേഹിതം തത്തദേവ നരോഭുങ്ക്തേ നിത്യം വിഹിതമാത്മന. ഏതുകൊണ്ട് ഏതുവിധം എന്തെന്തോ കർമ്മമാണോ മുമ്പ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ആ കർമ്മത്തിൻ്റെ ഫലം മുഴുവൻ തനിക്ക് താൻ തന്നെ വിരചിച്ചു വെച്ചത് മുഴുവൻ എന്താ നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. നമുക്കു നാമേ പണിപതു നാഗം നരകവുമതുപോലെ അല്ലേ?
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടും തീരുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ധർമ്മദേവൻ പറയുകയാണ്, കേചിത് വികൽപ്പമസന ആഹുരാത്മാനമാത്മന ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും അപ്രതർക്യാത നിർദ്ദേശാത് ഇത് കേഷ്വപി നിശ്ചയ അത്ര അനുരൂപം രാജർഷേ വിമർശ സ്വമനീഷയ. ചിലർ പറയുന്നു അവരവർ തന്നെയാണ് ദുഃഖകാരണമെന്ന്, ചിലർ പറയുന്നു ഗ്രഹപ്പിഴ കൊണ്ടാണ് ഗ്രഹേശ്വരന്മാരുടെ ആ നിൽപ്പ് കൊണ്ടാണ് ലഗ്നത്തിലും 1-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലും ഇങ്ങനെ 12 രാശികളിലായിട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ ഗ്രഹേശ്വരന്മാർ. അവരുടെ ആ നിൽപ്പ് കൊണ്ടാണ്, ആ ഗ്രഹേശ്വരന്മാരുടെ കോപം മൂലമാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. ചിലർ പറയുന്നു കർമ്മബന്ധമാണ് എന്ന്, മറ്റു ചിലർ പറയുന്നു പ്രകൃതി നിശ്ചയമാണ് എന്ന്, മറ്റു ചിലർ പറയുന്നു ഈശ്വര നിശ്ചയമാണ് എന്ന്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ ദുഃഖത്തിൻ്റെ കാരണം. ദുഃഖത്തിൻ്റെ കാരണമാണ് ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നത്. ഇങ്ങനെ പലരും പല മട്ടിൽ പറയുന്നതാണ് നമുക്ക് ഇപ്പോൾ ദുഃഖം ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യുക? ഇവിടെ ധർമ്മദേവൻ പറയുന്നു, ഹേ രാജർഷേ സ്വമനീഷിയ വിമർശ, അങ്ങയുടെ ബുദ്ധിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാരണത്തെ അങ്ങ് തന്നെ തീർച്ചപ്പെടുത്തണേ എന്നാണ് ഇവിടെ ധർമ്മദേവൻ പറയുന്നത്. ആരോടാ പറയുന്നത്? ആരോടാ? പരീക്ഷിത് തമ്പുരാനോട്. എവം ധർമ്മേ പ്രവദതേ സമ്രാട് ദ്വിജസത്തമ സമാഹിതേന മനസാ വിഖേദ പര്യചഷ്ടതം. ധർമ്മദേവൻ്റെ വാക്കുകൾ കേട്ട് പരീക്ഷിത് തമ്പുരാൻ ധർമ്മദേവനോട് പറഞ്ഞു, അങ്ങ് ധർമ്മത്തെക്കുറിച്ച് പറയുന്നതിനാൽ കാളയുടെ രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്ന അങ്ങ് സാക്ഷാൽ ധർമ്മദേവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തപശൗചം ദയാ സത്യം ഇതി പാദാഹ പ്രകീർത്തിതാഹ അധർമാംശേഹത്രയോ ഭക്നാഹ സ്മയസംഗമതേസ്തവ. ധർമ്മദേവനായ അങ്ങക്ക് തപസ്, ശൗചം, ദയാ, സത്യം ഇങ്ങനെ 4 കാലുകളാണല്ലോ ഉണ്ടായിരുന്നത്. അധർമാംശേഹ ത്രയോ ഭക്നാഹ, അധർമാംശങ്ങളായ അഹങ്കാരം, സംഘം, മതം എന്നിവ മൂലം അവയിൽ 3 കാലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ധർമ്മദേവ, ഇപ്പോൾ അങ്ങക്ക് സത്യം എന്ന ആ ഒരു കാല് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കൂടി അങ്ങക്ക് ആ ഒരു കാലിൻ്റെ ഉപയോഗമാണ് ഉള്ളത്. ആ പാദം കൊണ്ട് വേണം അങ്ങേക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും. കലിസ്വരൂപമായിട്ടുള്ള ഈ അധർമ്മമൂർത്തി ആ ഒരു കാലിനെ കൂടി നശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണിപ്പോൾ. ദുർവഹഭാരത്തിൽ നിന്ന് ഈ ഗോരൂപം ധരിച്ച ഭൂമിദേവിയെ ഭഗവാനാണ് രക്ഷിച്ചത്. ഭഗവാൻ കൃഷ്ണൻ ഇവിടം വിട്ടു പോയതിനാൽ ഈ ഭൂമിദേവി അങ്ങേയറ്റം ദുഃഖമനുഭവിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ധർമ്മം മഹീം ജൈവ സാന്തയിത്വാ മഹാരഥ നിഷാദമാതേ ഖഡ്ഗം കലേ ധർമ്മഹേതവേ. ധർമ്മദേവനെയും ഭൂമിദേവിയെയും ആശ്വസിപ്പിച്ച പരീക്ഷിത് തമ്പുരാൻ ആ കലിയെ വധിക്കുവാൻ വേണ്ടി തൻ്റെ മൂർച്ചയുള്ള വാൾ ഉറയിൽ നിന്നും കയ്യിലെടുത്ത് പിടിച്ചു. ഭയന്ന് വിറച്ച ആ കലി പരീക്ഷിത് രാജാവിൻ്റെ പാദത്തിൽ ശരണം പ്രാപിക്കുന്നതായ രംഗം. കലി പരീക്ഷത്തിൻ്റെ പാദത്തിൽ വീണപ്പോൾ പരീക്ഷത്ത് ഒരൽപ്പം ശാന്തനായി. കാലിൽ വീണ് ആശ്രയിക്കുന്നത് വരെ മാത്രമേ ഒരാൾക്ക് അങ്ങനെ കോപിച്ച് നിൽക്കാൻ പറ്റുമെന്നാണ് അല്ലേ. നമ്മോട് ഒരുപാട് കോപമുള്ള ഒരാൾ, ദേഷ്യമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മൾ പറയുകയാണ് അങ്ങയുടെ കാല് പിടിക്കാം അല്ലേ. അങ്ങനെ പറയുമ്പോൾ അത്ര വരെ കോപിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരല്പം ഒരു മനസ്സിനൊരു ഇളക്കം തട്ടുന്നതാണ്. അങ്ങനെ പതിവ്. അങ്ങനെയൊക്കെ അല്ലേ ഈ നാട്ടിൽ. പരീക്ഷിച്ചില്ല തിരുമേനി, അങ്ങനെയാണോ? അപ്പോൾ രഘുവംശത്തിൽ വിശ്വമഹാകവി കാളിദാസൻ പറയും, പ്രണിപാത്യ പ്രതീകാര സംരംഭോ ഹി മഹാത്മന അല്ലേ. മഹാത്മാക്കളുടെ കോപത്തിന് പ്രതിവിധിയാണത്രേത് നമസ്കാരം എന്ന് പറഞ്ഞത്. ഇനി കാൽക്കൽ വീണില്ലെങ്കിലും കുഴപ്പമില്ല, കാല് പിടിക്കാം എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഇവിടെ പരീക്ഷിത്ത് പറഞ്ഞു, ന വർത്തിതവ്യം തദധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ യത്ര ജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാഹ. ഇത് യാഗഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. ഇത്രയും വിശിഷ്ടമായിട്ടുള്ള ഈ ഭൂമിയിൽ ഇനി നിന്നെ കണ്ടുപോകരുത് എന്നാണ് കലിയോട് ആജ്ഞയാ പരീക്ഷിത് തമ്പുരാൻ്റെ. പരീക്ഷത്തിൻ്റെ ഘോരമായ ആജ്ഞ കേട്ട് ഭയന്ന കലി പരീക്ഷിത് തമ്പുരാനെ
ധർമ്മമൂർത്തിയായിട്ടുള്ള അവിടുന്ന് എന്നെ ഇങ്ങനെ ഇവിടെയൊന്നും ഓടിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വസിക്കുവാൻ അവിടുന്ന് തന്നെ സ്ഥാനങ്ങൾ അനുവദിച്ചു തരണേ, ഞാനതിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്നാണ് പരീക്ഷത്തോട് പറഞ്ഞത് കലിയുടെ പ്രാർത്ഥന കേട്ട് കരുണ തോന്നിയ പരീക്ഷത്തമ്പുരാൻ അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയേതോ ദ്യൂതം പാനം സ്ത്രീയസൂനാഹ എത്ര ആധർമ്മശ്ച ദുർവിധ. കലിക്ക് അടങ്ങി കഴിയുവാൻ വേണ്ടിയിട്ട് 3-4 സ്ഥാനങ്ങൾ നൽകിയെന്നാണ്. ദ്യൂതം, പാനം, സ്ത്രീയ, സൂന അല്ലേ എന്നീ 4 സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ആ കലിക്ക് വാസസ്ഥാനമായി നൽകി. ദ്യൂതം എന്ന് വെച്ചാൽ എന്താ? ദ്യൂതം എന്ന് വെച്ചാൽ ചൂതുകളി. പാനം എന്ന് വെച്ചാൽ പാനകോ? മദ്യപാനം അല്ലേ. അതുപോലെ സ്ത്രീയ എന്ന് വെച്ചാൽ ചീത്ത സ്ത്രീകൾ അല്ലേ, ചീത്ത സ്ത്രീകളുമായിട്ടുള്ള കൂട്ടുകെട്ട്. അതുപോലെ സൂന എന്ന് വെച്ചാൽ ഹിംസാസ്ഥാനം, കശാപ്പ് ശാല അല്ലേ, മഹാപരാധങ്ങൾ നടക്കുന്ന സ്ഥലം. ഇങ്ങനെ 4 സ്ഥാനങ്ങൾ കലിക്ക് നിശ്ചയിച്ചു നൽകിയ പരീക്ഷത്തമ്പുരാനാണ്. പുനശ്ചയാചമാനായ ജാതരൂപമദാത് പ്രഭോ തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. കൂടുതൽ സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം മറ്റൊരു വാസസ്ഥാനമായിട്ട് നൽകി പരീക്ഷത്തമ്പുരാനാണ്. ഈ 5 സ്ഥാനങ്ങളിൽ നിന്നും അസത്യം, അഹങ്കാരം, അതുപോലെ അത്യന്താസക്തി, ഹിംസ, പിന്നെ 5-ാമത്തേതായ ഏത് വൈരം അല്ലേ, അഥവാ വിരോധം അഥവാ ശത്രുത, ഇതൊക്കെ ഈ 5 സ്ഥാനങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. അങ്ങനെ ഈ 5 സ്ഥാനങ്ങൾ സജ്ജനങ്ങൾക്ക് സേവിക്കാൻ വയ്യാതായി എന്നാണ്. സജ്ജനസേവ്യങ്ങളല്ലാതായി തീർന്നു ഈ 5 സ്ഥാനങ്ങൾ. ആദ്യം 4 സ്ഥാനങ്ങളാണ് നൽകിയത് അല്ലേ. പുനശ്ചയാചമാനായ, അത് പോരല്ലോ തമ്പുരാനെ അല്ലേ, കുറച്ചുകൂടി തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. എത്ര കിട്ടിയാലും മതി വരാത്തതായിട്ടുള്ള ആ ഒരവസ്ഥ അല്ലേ, ആ ഒരവസ്ഥ കലിയുടെ ലക്ഷണമാണ് എന്നാണ്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെയുള്ളൊരവസ്ഥയില്ല. ഉണ്ടോ? അടുത്ത് നിൽക്കുന്നവരെ ഒന്നും നോക്കേണ്ട, നിങ്ങൾക്കുണ്ടോ എന്നാണ് നോക്കേണ്ടത്, ഇവൾക്കിതുണ്ടോ എന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നിശ്ചയിക്കാം എന്ത്, കലിയുടെ പ്രഭാവം നമ്മിലൊക്കെ ഉണ്ട് എന്നാണ് അല്ലേ. ജീരന്തേ ജീരതക്കേശാഹ ദന്താ ജീരന്തി ജീരത ചക്ഷുശ്രോത്രേത ജീരേതേ തൃഷ്ണൈകാ തരുണായത്തെ. ഭർതൃഹരി പറയും, എന്താ മുടിയൊക്കെ കൊഴിഞ്ഞു, പല്ല് മുഴുവൻ കിഴിഞ്ഞു, കണ്ണു കുഴിഞ്ഞു, ചെവി അടഞ്ഞു അല്ലേ, അപ്പോഴും തൃഷ്ണൈകാ തരുണായത്തെ, തൃഷ്ണ മാത്രം നിത്യതാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നു എന്നാണ് അല്ലേ. അവനീശത വേണമഢ്യനുർവീധവനാശിപ്പതു ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യലുബ്ധൻ ശിവനെ മർത്യനു തൃഷ്ണ തീരലുണ്ടോ. ഇത് തന്നെയാണ് പൂന്താനം തിരുമേനി മറ്റൊരു രീതിയിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? 10 കെട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ എത്ര സഹസ്രം അല്ലേ. അങ്ങനെയാ ശങ്കരാചാര്യസ്വാമികളും പറഞ്ഞിട്ടുണ്ട്. അംഗങ്കലിതം ബലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം തദവിന മുഞ്ചത്യാശാപിണ്ഡം അല്ലേ. പ്രായമായി വയ്യായി അല്ലേ, മുന്നോട്ടൊന്ന് ആയണമെങ്കിൽ പോലും എന്ത് വേണമെന്നുള്ള അവസ്ഥയായി. എന്താ വേണ്ടത്? കയ്യിൽ മൊബൈലോ വടി വേണം അല്ലേ, 1 വടി വേണം എന്നുള്ള അവസ്ഥയായി അല്ലേ. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ പോലും ആശയാകുന്ന ഭണ്ഡം നമുക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ്. ഇനി നവമസ്കന്ധത്തിൽ യയാതി പറയും. എന്താ അദ്ദേഹം ഇവിടെ പറയുന്നത്? യാ ദുസ്ത്യജ ദുർമതിഭിർജീരതോ യാ ന ജീര്യതേ താം തൃഷ്ണാം ദുഃഖനിവഹാം ശർമ്മകാമോ ധൃതം ത്യജേത് അല്ലേ. ഏതൊന്നാണോ
ദുർമതികൾക്ക് എന്ന് വെച്ചാൽ ദുഷ്ടന്മാർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്തത്. ജരാനരകൾ ബാധിച്ചവരിലും ഏതൊന്നാണോ ജരാനര ബാധിക്കാതിരിക്കുന്നത് അല്ലേ? ദുഃഖനിവഹാം താം തൃഷ്ണാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. ദുഃഖത്തെ ജനിപ്പിക്കുന്ന ആ തൃഷ്ണയെ സുഖം ആഗ്രഹിക്കുന്നവർ അല്ലേ, ശ്രേയോമാർഗം ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണമെന്നാണ്. നാളെയോ മറ്റന്നാളോ നോക്കി ഉപേക്ഷിക്കണം എന്നല്ല, ദ്രുതം ത്യജേത്. എങ്ങനെയാ? അപ്പോൾ ഭോഗാന ഭുക്ത വയമേവ ഭുക്ത തപോ ന തപ്തോ വയമേവ തപ്താ കാലോ ന യാതോ വയമേവ യാതാ തൃഷ്ണാന ജീർണാ വയമേവ ജീർണാ. നമ്മളിൽ ഒരാൾ പോലും ഈ ഭോഗങ്ങൾ അനുഭവിച്ച് പൂർണ്ണമായ തൃപ്തി നേടുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തി നേടാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല എന്നുള്ളതാണ്. ഭോഗങ്ങൾ നമ്മെ ഭുജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. നാം തപസ്സനുഷ്ഠിക്കുകയല്ല ഉണ്ടായത്, പിന്നെയോ തപം നമ്മെ പിടികൂടുകയാണ് ഉണ്ടായത്. കാലം പോവുകയല്ല ഉണ്ടായത്, പിന്നെയോ നാം പോവുകയാണ് ഉണ്ടായത് എന്നാണ്. അതുപോലെ ആഗ്രഹങ്ങൾ ജീർണിക്കുകയല്ല ഉണ്ടായത്, നാമാണ് ജീർണിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് അഷ്ടാവക്ര സംഹിതയിൽ പറയും, എത്ര എത്ര ഭവേ തൃഷ്ണ സംസാരം വിദ്ധി തത്ര വൈ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വേദതൃഷ്ണ സുഖീഭവ. എവിടെ എവിടെ തൃഷ്ണ ഉണ്ടോ അവിടെ എന്തുണ്ട്? സംസാരമുണ്ട്. പ്രൗഢമായ വൈരാഗ്യത്തെ ആശ്രയിച്ച് സുഖീഭവ അല്ലേ, സുഖിയായിരിക്കൂ എന്നാണ്, മുക്തനാകൂ എന്നാണ്. ശാസ്ത്രം എത്ര തന്നെ വളർന്നാലും ഭൗതിക സമ്പന്നത എത്ര വർദ്ധിച്ചാലും മനുഷ്യൻ്റെ മനസ്സ് തൃപ്തിപ്പെടണമെന്നില്ല. തൃഷ്ണാമാത്രാത്മകോ ബന്ധ തന്നാശോ മോക്ഷ ഉച്യതേ അല്ലേ. തൃഷ്ണയാണ് ബന്ധം, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാശമാണ് അല്ലേ, ഉന്മൂല നാശമാണെന്ത്? മോക്ഷം എന്നാണ് പറയുന്നത്. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കും ഇതൊക്കെയും. പറഞ്ഞു വരുന്നത് എന്താ ഇവിടെ? തൃഷ്ണ, ഒരിക്കലും തൃപ്തി വരാത്തതായ മനസ്സ് അല്ലേ, എന്ന് വെച്ചാൽ അത് കലിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സാണ് ഉള്ളതെങ്കിൽ നമ്മൾ നിശ്ചയിക്കുക, നമുക്ക് കലിയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ 4 സ്ഥാനങ്ങൾ പരീക്ഷത്തിൽ നിശ്ചയിച്ചു. അതുപോരാന്ന് വീണ്ടും വീണ്ടും ആ കലി പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ സമ്പത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സ്വർണം കൂടി കലിക്ക് വാസസ്ഥാനമായിട്ട് നിശ്ചയിച്ചു എന്നാണ്. അഥൈതാനി ന സേവേദ ബുഭൂഷു പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാലോകപതിർഗുരു. അതുകൊണ്ട് ഉത്കർഷത്തെ ആഗ്രഹിക്കുന്നവർ ക്വചിതേതാനി ന സേവേദ, ഒരിക്കലും ഇത്തരം ദുരിതസ്ഥാനങ്ങളിൽ ചെന്ന് പെടരുത് എന്നാണ്. അവിടെ ആ കലിക്ക് കാളിക്ക് നഷ്ടപ്പെട്ടു പോയ തപസ്, ശൗചം, ദയ തുടങ്ങിയ 3 കാലുകൾ പരീക്ഷിത്ത് തമ്പുരാൻ അവിടെ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. എന്ന് വെച്ചാൽ തപസ് മുതലായവ തടസ്സമില്ലാതെ നടത്തുവാൻ തക്കവണ്ണമുള്ള ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു എന്നാണ്. ഇപ്പോഴിതാ ആ പരീക്ഷത്ത് ഹസ്തിനപുരം വാഴുന്നതായിട്ടുള്ള ആ കാലഘട്ടത്തിലാണ്. ആ മഹാനുഭാവൻ പ്രജാക്ഷേമ തൽപരനായി നാട് വാഴുന്നതായ ആ കാലഘട്ടത്തിലാണ് ശൗനകാദി മുനീശ്വരന്മാരെ നിങ്ങൾ ബ്രഹ്മസത്രത്തിന് വേണ്ടി ദീക്ഷയെടുത്തത്. യോ വൈന്ദ്രോണ്യസ്ത്ര വിപ്ലുഷ്ടോ ന മാതുരുദരേ മൃത അനുഗ്രഹാദി ഭഗവത കൃഷ്ണസ്യ അത്ഭുതകർമ്മണ. അത്ഭുതകൃത്യങ്ങൾ പലതും അടുത്തിമർത്ത ആ ഭഗവാൻ കൃഷ്ണൻ അമൃതൊഴുകുന്ന തൻ്റെ ആ കടാക്ഷത്താൽ അനുഗ്രഹിച്ചതിനാൽ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രത്തിൽ ദഗ്ധനായ പരീക്ഷത്തെ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ പരീക്ഷത്തെ മുനികുമാരൻ്റെ ശാപം നിമിത്തം തക്ഷകദംശനം
ഏൽക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും അല്പം പോലും പരവശനാകാതെ മനസ്സിനെ സദാ ഈശ്വരാഭിമുഖമാക്കി തീർത്തു എന്നാണ്. സർവത സംഗമുസൃജ്യ വിജ്ഞാത അജിത സംസ്ഥിതി വയ്യാസകേഹ ശിഷ്യ സ്വം കളേവരം ഗംഗായാമുസൃജ്യ. സർവസംഘപരിത്യാഗിയായ പരീക്ഷത്തമ്പുരാൻ, സർവശാസ്ത്രവിശാരദനായ ശ്രീകൃഷ്ണ ലീലാരസ തത്വജ്ഞ ശിരോമണിയായ ശ്രീ ശുകബ്രഹ്മർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് തത്വജ്ഞാനം നേടിയിട്ട് തൻ്റെ ആ പാഞ്ചഭൗതിക ശരീരം പരിപാവനമായ ഗംഗാതീരത്ത് ഉപേക്ഷിക്കുകയാണുണ്ടായത് എന്നാണ്. നാരായണ ധ്യാനത്തോടുകൂടി ഭൗതിക ദേഹത്തെ ഉപേക്ഷിച്ച ദേഹം പരമപദത്തെ പ്രാപിച്ചു എന്ന് സാരം. നോത്തമശ്ലോകവാർത്താനാം ജുഷതാം തത്കഥാമൃതം സ്യാസംഭ്രമോന്തകാലേപി സ്മരതാം തത്പദാംബുജം. ഉത്തമശ്ലോകവാർത്താനാം തത്കഥാമൃതം ജുഷതാം തത്പദാംബുജം സ്മരതാം അന്തകാലേപി സംഭ്രമോ ന സ്യാത്. ഉത്തമശ്ലോകനായ ഭഗവാനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവർക്കും ആ ഭഗവത് കഥാമൃതത്തെ നിരന്തരം ആസ്വദിക്കുന്നവർക്കും അന്ത്യകാലത്തിലും യാതൊരു തരത്തിലുള്ള സമൂഹവും ഉണ്ടാകില്ല, യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകില്ല, ദുഃഖവും ഉണ്ടാകില്ല എന്നാണ്. അന്തകാലേ ദുയേനൈവ ശ്രൂയതേ ശുഖശാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ വിപ്രേച്ഛതി. അല്ലേ? അന്ത്യകാലത്ത് ആ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നവനെ, ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നവനെ ഭഗവാൻ തൻ്റെ ആനന്ദമയമായ ആ വൈകുണ്ഠ ലോകം തന്നെ നൽകുന്നു എന്നാണ്, വൈകുണ്ഠഗതി നൽകുന്നു എന്നാണ്. പരീക്ഷിത്ത് തമ്പുരാൻ കലിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല, 5 വാസസ്ഥാനങ്ങൾ നൽകി നിയന്ത്രിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതിൻ്റെ കാരണമാണ് ഇനി പുരാണസൂതൻ പറയുന്നത്. നാനുദ്വേഷ്ടികലിം സമ്രാട് സാരംഗൈവ സാരഭുക് കുശലാന്യാസസിദ്ധ്യന്തേ നിഹതരാണി കൃതാനിയത്. പണ്ട് പുഷ്പത്തിൻ്റെ സാരം ഗ്രഹിക്കുന്നത് പോലെ പരീക്ഷിത്ത് തമ്പുരാൻ കലിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഗുണാംശത്തെ മനസ്സിലാക്കിയതിനാൽ കലിയെ നിശേഷം നശിപ്പിച്ചില്ല എന്നാണ്. എന്താണ് കലിയുടെ ഗുണാംശം? കൃതാനി കുശലാനി ആശ്വസിദ്ധ്യന്തി ഇതരാണി ന ആശ്വസിദ്ധ്യന്തി. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം അപ്പോൾ തന്നെ കിട്ടുന്ന. ഇനി ഏതെങ്കിലും പാപകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ ഫലം അത്ര പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് താമസിച്ചിട്ട് മാത്രം. അല്ലേ? അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത് എന്താ? സൽക്കർമ്മത്തിൻ്റെ ഗുണം, ഫലം എന്നാണ്. അതാണ് കലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കിന്നു ബാലേഷു ശൂരേണ കലിനാ ധീരഭീരുണ അപ്രമത്തേഷു യോ വൃഗോ നൃഷു വർത്തതേ. ബാലേഷു ശൂരേണ ധീരഭീരുണ കലിന. അല്ലേ? എന്താ ഇവിടെ പറയുന്നത്? ബാലേഷു ശൂരേണ ധീരഭീരുണ കലിന. ബാലന്മാരിൽ തൻ്റെ ശൗര്യം പ്രകടിപ്പിക്കും കലി എന്നാണ്. അല്ലേ? ആരാണ് ഈ ബാലന്മാർ? ആരാ ബാലൻ? ആരാ ബാലൻ? അമ്മാവൻ്റെ മകനാണോ? ആരാ ബാലൻ? അനധികത വിദ്യോ ബാലഹ. അല്ലേ? എന്താണോ വാസ്തവത്തിൽ നാം നേടിയെടുക്കേണ്ടതായിട്ടുള്ള വിമലമായിട്ടുള്ള ജ്ഞാനം, അല്ലേ? അത് അറിയാത്ത ആളാണ് ആര്? ബാലൻ. ബാലശബ്ദത്തിന് അങ്ങനെയാണ് ഇവിടുത്തെ അർത്ഥം, അല്ലാതെ ചെറിയ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലല്ല. അനധികത വിദ്യോ ബാലഹ. അല്ലേ? എന്ന് വെച്ചാൽ ഭഗവത് തത്വം അറിയാത്തവരെ കലി ബാധിക്കും എന്നാണ്. വിമലമായ ജ്ഞാനം, ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? അത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ സഹസ്രനാമമൊക്കെ ചൊല്ലാറുണ്ട്, അല്ലേ? ഉണ്ടോ? ഉണ്ട്. നന്നായി. അതിൽ ചൊല്ലും സർവജ്ഞോ ജ്ഞാനമുത്തമം. അല്ലേ? ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ അത് ഭഗവാൻ തന്നെയാണ് എന്നാ. അപ്പോൾ ഭഗവത് തത്വം അറിഞ്ഞവരെ കലി ബാധിക്കില്ല എന്നുള്ളതാണ്.
മായയുടെ പ്രഭാവവും അതേ മട്ടിലാണ്. ഈശ്വരം ആത്മജ്ഞാനഞ്ച മുക്ത സർവാനവിമോഹയത്യഷാ മായ എന്നാണ്. ഈശ്വരനെയും ഈശ്വരനെ അറിഞ്ഞവരെയും ഈ മായ ബാധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ കലിയുടെയും പ്രത്യേകത. ബാലേഷു ശൂരേണ ധീരഭീരുണ കലിന എന്നാണ്. പിന്നെ എന്താ, ഈ ധീരന്മാർ ഭയങ്കര ഭയമാണ്, പേടിയാണ് ഈ കലിക്കുന്നതാണ്. ആരാണ് ഈ ധീരന്മാർ? ഗതസ്വാർത്ഥമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈ ധീര ഉദാഹൃത. എങ്ങനെയാ? വിരക്ത മുക്തബന്ധന അവിജ്ഞാതഗതി ഗതസ്വാർത്ഥം ഇമം ദേഹം ജഹ്യാത് സ ധീര ഉദാഹൃത. എല്ലാം ഉപേക്ഷിച്ച് അല്ലേ വിരക്തനായ ഒരാൾ, സർവബന്ധനങ്ങളെയും ഛേദിച്ച ഒരാൾ, ഈ ശരീരത്തെ ശൂന്യമായിട്ട് കാണുന്ന ഒരാൾ അല്ലേ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹമാണ് ധീരൻ. നമ്മളൊക്കെ സാധാരണ ധീരൻ എന്നൊക്കെ പറയുന്നത് ആരെയാ? ഒരുപാട് കലഹമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് അല്ലേ, മറ്റുള്ളവരോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്താ പറയുക, ഓ അയാൾ വലിയ ധീരനാണ് അല്ലേ. അതൊന്നുമല്ല ധീരത എന്നാണ്. ഇവിടെ പുരാണസൂതൻ്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന മുനീശ്വരന്മാർ പറഞ്ഞു, കർമ്മണ്യസ്മിന്നനാശ്വാസേ ധൂമധൂമനാത്മനാം ഭവാൻ ആപായത് ഗോവിന്ദപാദപത്മാസവം മധു. ഒരുപാട് കർമ്മകോലാഹലങ്ങളിൽ മുഴുകിയ ഞങ്ങളുടെ മനസ്സ് അങ്ങേയറ്റം പുകമൂടിയ അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങയുടെ വാക്കുകൾ അമൃത് പെയ്യുന്ന അനുഭൂതി വിശേഷമാണ് പകർന്നു തരുന്നത്. തുലയാമലവേനാപി ന സ്വർഗം നാ പുനർഭവം ഭഗവൽ സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷ. ഭഗവൽ സംഗിസംഗസ്യ ലവേനാപി സ്വർഗം അപുനർഭവം അതുലയാമ. ഭക്തോത്തമന്മാരുമായുള്ള അല്പസമയത്തേക്കുള്ള ചർച്ചയോട് പോലും സ്വർഗസുഖങ്ങളെയോ മോക്ഷത്തെയോ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ മനുഷ്യരുടെ നിസ്സാരമായിട്ടുള്ള ലൗകിക സുഖങ്ങൾ ഭക്തസംസർഗ ഭാഗ്യത്തേക്കാൾ നിസ്സാരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ്. ഭക്തോത്തമന്മാരുമായുള്ള സംസർഗഭാഗ്യത്തിൻ്റെ മഹിമ ഭാഗവതത്തിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ധ്രുവകുമാരൻ പറഞ്ഞിട്ടുണ്ട്, ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ത മഹതാമമലാശയാനാം ഏനാഞ്ജസോൽബണമുരു വ്യസനം ഭവദ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഹേ അനന്ത, ത്വയും മുഹുർഭക്തിം പ്രവഹതാം അമലാശയാനാം മഹതാം പ്രസംഗോ മേ ഭൂയാത് ഏന ഭവദ്ഗുണകഥാമൃതപാനമത്തഃ ഒരു വ്യസനം ഉൽബണം ഭവാബ്ധിം അഞ്ജസാ നേഷ്യനാണ്. അനായാസം ഞാൻ തരണം ചെയ്യുന്നതാണ് അല്ലേ. നിർമ്മല അന്ധക്കരണന്മാരായ അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗഭാഗ്യം ഭഗവാനെ എനിക്കുണ്ടാകണേ എന്നാണ് ധ്രുവകുമാരൻ പ്രാർത്ഥിക്കുന്നത്. അത് ലഭിച്ചാൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ഭഗവത് കഥാമൃതം ആസ്വദിച്ച് അനേകവിധ ദുഃഖങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനവും ഭയങ്കരവുമായിരിക്കുന്ന ഈ സംസാര ദുഃഖത്തെ യാതൊരു പ്രയാസവുമില്ലാതെ ഞാൻ കടന്നുകൊള്ളാം ഭഗവാനെ എന്നാണ്. അനുദിനമവിരാമം നിങ്കലർപ്പിച്ച ഭക്തിയാ വിമലഹൃദയരാകും സത്തരോടൊത്തു സംഘം ചിരമിവനു ലഭിച്ചാൽ നിന്റെ ലീലാമൃതം ഞാൻ നുകരുവതിനും അപ്പോൾ മുക്തനാകാനുമാകും. മുഖ്യതസ്തു മഹത്കൃപയൈവ ഭഗവത് കൃപാലേശാദ്വ. അങ്ങനെയാണ് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നത്. ഭക്തി ഉണ്ടാകാൻ ഏറ്റവും മുഖ്യമായിട്ടുള്ള മാർഗം എന്താ? മഹാത്മാക്കളുടെ അനുഗ്രഹമാണ് എന്നാണ്. ഭഗവാന്റെ കാരുണ്യകണിക കൊണ്ടും ഭക്തി ഉണ്ടാകാം. ഭക്തേരുൽപ്പത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രീയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിസ്ത്വന്മാഹാത്മ്യപ്രകാരേർഭവതി ച സുദൃഢാ
ഭക്തിരുദ്ധൂതപാപ. അല്ലേ? എന്താ പറഞ്ഞത് മേൽപ്പത്തൂര്? ജഗതി ശ്രീമതാം സംഗമേന ശ്രീയവ. ലോകത്തിൽ സമ്പന്നന്മാരോട് നമ്മൾ സമ്പർക്കം ചെയ്താൽ അവരിൽ നിന്നും എന്ത് കിട്ടും? എന്താ കിട്ടുക? സമ്പത്ത് കിട്ടും. ദരിദ്രന്മാരോട് നമ്മൾ ഇടപെട്ടാൽ സമ്പത്ത് കിട്ടുമോ? ഇല്ല. ജഗതി ശ്രീമതാം സംഗമേന ശ്രീയ ഇവ. സമ്പന്നന്മാരോട് ഇടപെട്ടാൽ എന്താ? അവരിൽ നിന്നും സമ്പത്ത് കിട്ടുന്നത് പോലെ ഭക്തിക്ക് ഉൽപ്പത്തിയും അതിൻ്റെ അഭിവൃദ്ധിയും അങ്ങയുടെ ഭക്തോത്തമന്മാരുടെ സംഗമത്താൽ മാത്രമേ പുണ്യവാന്മാർക്ക് ലഭിക്കൂ എന്നാണ്. ഭഗവാനെ, എനിക്ക് ആ ഭക്തസംസർഗ ഭാഗ്യമുണ്ടാകണേ എന്നാണ്. തന്മുഖാതുന്മിഷദ്ഭിസ്ത്വൻ മാഹാത്മ്യപ്രകാരേ ഉദ്ധൂതപാപാ സുദൃഢാ ഭക്തി ഭവതി. ആ ഭക്തന്മാരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് അനവരതമൊഴുകുന്നതായിട്ടുള്ള ഭഗവൻ മഹാത്മ്യം കേട്ട് 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 പാപരഹിതമായ നിർമ്മലമായ ഭക്തി ഉണ്ടാകുന്നതാണ്. ഭഗവത് കഥകൾ കേട്ടാൽ ഭക്തി ഉണ്ടാവുമോ? ഉണ്ടാവുന്ന ത്വൽഭക്തിസ്ത്വകഥാരസാമൃതശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തേ. നിന്നിൽ ഭക്തി കഥാരസത്തിൽ മുഴുകും നേരത്തു താനേ വരും. അല്ലേ? നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട. ആ ഭഗവത് കഥകൾ ഇങ്ങനെ കേട്ടാൽ മാത്രം മതി, മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നാണ്. ശ്രീനാരദ മഹർഷി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു, തത്ര അന്വഹം കൃഷ്ണകഥാ പ്രഗായതാമനുഗ്രഹേണ ശൃണവം മനോഹരാ താ ശ്രദ്ധയാമേനുപദം വിസൃണ്ണുത പ്രിയശ്രവസ്യാംഗമമാഭവദ്രുചി. അല്ലേ? മുമ്പൊരു ജന്മത്തിൽ ദാസീപുത്രനായിട്ട് പിറന്നതായിട്ടുള്ള ഘട്ടത്തിൽ നിരവധി വേദജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ പാർക്കുന്നതായിട്ടുള്ള പുണ്യസങ്കേതത്തിൽ എത്തിച്ചേരാനിടയായി എന്നും അവിടെ ചാതുർമാസ വ്രതാനുഷ്ഠാനത്തിൽ എത്തിച്ചേർന്നതായിട്ടുള്ള മുനീശ്വരന്മാർ അവരുടെ ആ ദേവതാരാധനകളുടെ ഇടവേളകളിൽ നിരന്തരം പറഞ്ഞതായിട്ടുള്ള ഭഗവത് കഥകൾ കേട്ട് 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 അല്ലേ എനിക്ക് ഭക്തി ഉണ്ടായി എന്നാണ്. കപിലവാസുദേവനും പറയും ഭാഗവതത്തിൽ, സതാം പ്രസംഗാൻ മമ വീരസംവിദോ ഭവന്തി ഹൃത്കർണരസായനാ കഥാ തജ്ജോഷണാദാശ്വപവർഗവർത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. അല്ലേ? സജ്ജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേർത്തയിൽ നിന്ന് എൻ്റെ ജ്ഞാനവീര്യ സംയുക്തമായിട്ടുള്ള നിരവധി കഥകൾ കേൾക്കുവാൻ വേണ്ടി സാധിക്കും. മനസ്സിനും കർണങ്ങൾക്കൊക്കെ ആനന്ദം പകരുന്നതായിട്ടുള്ള ആ കഥകൾ. അല്ലേ? തജ്ജോഷണാത്, അതിൻ്റെ ഉപാസന നിമിത്തം ആ കഥകൾ തന്നെ മനസ്സിരുത്തി. അല്ലേ? പിന്നീട് ആ മോക്ഷമാർഗത്തിൽ വളരെ പെട്ടെന്ന് വിശ്വാസം, പ്രീതി, ഭക്തിയൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. സജ്ജനങ്ങളിൽ നിന്ന് ഭഗവത് കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് പരമഭാഗ്യമാണ് എന്നാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമൈകാന്തപരായണസ്യ ഹരേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിതനോദ് വിദ്വൻ. അതുകൊണ്ട് സുതമഹാശിയ, മഹാന്മാരെ ഏകാന്തമായി ശരണം പ്രാപിച്ചിരിക്കുന്ന ആ ശ്രീഹരിയുടെ പരിശുദ്ധമായ ചരിതത്തെ ശുശ്രൂഷതാം നോ വിതനോദോ, കേൾക്കാൻ അങ്ങേയറ്റം ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഞങ്ങളോട് പറയണേ എന്നാണ്. അങ്ങനെയുള്ളവരോട് വേണം ഈ ചരിതങ്ങളൊക്കെ പറയാമെന്നാണ്. എങ്ങനെയിരിക്കുന്നവർ? എങ്ങനെയുള്ളവരോടാണ് ഭഗവത് കഥകൾ പറയേണ്ടത്? ഭഗവത് കഥയല്ല, ഇനി ഏത് അറിവും എങ്ങനെയുള്ളവർക്കാണ് പകർന്നു കൊടുക്കേണ്ടത്? വഴിയെ പോകുന്നവരെ വിളിച്ച് ഇതാ ഇങ്ങോട്ട് പോരൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ? ശുശ്രൂഷതാം എന്നാണ്. അത് വളരെ പ്രധാനമാണ് എന്നാണ്. മുമ്പൊരു കവീശ്വരൻ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഇതര പാപഫലാനി യഥേച്ഛയാ വിലിഖ താനി സഹേ ചതുരാനന അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. അല്ലേ? താല്പര്യമില്ലാത്തവരുടെ മുമ്പിൽ എൻ്റെ ഈ കവിത ചൊല്ലണമെന്ന് പറയുന്ന ആ ഒരു കുറ്റം മാത്രം, ആ ഒരു ശിക്ഷ മാത്രം എനിക്ക് തരരുതേ ഭഗവാനെ. ഇതര പാപഫലാനി യഥേച്ഛയ, എന്ത് വേണമെങ്കിലും എൻ്റെ തലയിൽ അങ്ങ് എഴുതിക്കോളൂ എന്നാണ്. ഒരു താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാ? പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള വിദ്യ എന്ന് വെച്ചാൽ പ്രപന്നമായിട്ടുള്ള മനസ്സോടുകൂടി സമീപിക്കുന്നവർക്ക് പകരേണ്ടതാണ് ആധ്യാത്മികമായിട്ടുള്ള വിദ്യ. അല്ലേ? ഇവിടെ പറയുന്നു ശുശ്രൂഷതാം നോ വിതനോതു. അല്ലേ? കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതായ ഞങ്ങളോട് പറയണേ എന്നാണ് പറയുന്നത്. അത്രയ്ക്കധികം താല്പര്യം ഇതാ നോക്കുന്നുണ്ട്. നമ്മൾ അങ്ങേ ഇതാ സമാശ്രയിച്ചിരിക്കുകയാണ്, ആ ഭഗവത് കഥകൾ പറഞ്ഞു തരണേ എന്നാണ്. അല്ലേ? അതായത് ഭാഗവതം ഉപദേശിക്കണേ എന്നാണ്.
പുരാണ ആചാര്യനോട് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള ഭാഗവതം? ആഖ്യാഹ്യനന്ദാചരിതോപപന്നം പാരീക്ഷിതം ഭാഗവതാഭിരാമം. പരീക്ഷിത് തമ്പുരാനും ശ്രീ ശുകബ്രഹ്മർഷി പകർന്നു നൽകിയ ആ ഭാഗവതം പറഞ്ഞു തരണേ എന്നാണ്. സുതൻ പറഞ്ഞു, അഹം ഹി പൃഷ്ടോ രമണോ ഭവദ്ഭിരാജക്ഷ ആത്മാവഗമോത്രയാവാൻ നഭഃപതന്ത്യാത്മസമം പദതൃണസ്ഥഥാ സമം വിഷ്ണുഗതിം വിപശ്ചിതഃ. എന്താ ഇവിടെ പറയുന്നത്? അത്ര യാവാൻ ആത്മാവഗമഃ താവാനാചക്ഷേ. എനിക്ക് എത്രത്തോളം പറയാൻ സാധിക്കുമോ അത്രയ്ക്ക് ഞാൻ പറയാമെന്നാണ്. പക്ഷികൾ ഒരുപാട് ലോകത്തിലുണ്ട് അല്ലേ? പല തരത്തിലും പല തലത്തിലും പെട്ട പക്ഷികളുണ്ട്. ഈ പക്ഷികൾക്കൊക്കെ ഒരുപോലെ ആകാശവീഥിയിൽ പറന്നുയരാൻ വേണ്ടി സാധിക്കാറുണ്ടോ? ഇല്ല. കൊതുക്, ഈച്ച മുതലായവയൊക്കെ കുറച്ച് താഴ്ന്ന് പറക്കും. അതിനേക്കാൾ ഉയരെ പറക്കുന്ന നിരവധിയായിട്ടുള്ള പരുന്ത് മുതലായിട്ടുള്ള പക്ഷികൾ അങ്ങനെ പലതരത്തിലുണ്ട് അല്ലേ? അവയുടെ ശക്തിക്കനുസരിച്ച് പക്ഷികൾ പറന്നുയരുന്നത് പോലെയാണ്, കഴിവിനനുസരിച്ചിട്ടാണ് അപാരമായിട്ടുള്ള നിരതിശയമായിട്ടുള്ള ആ ഭഗവൻ മഹാത്മ്യത്തെ പല ആചാര്യന്മാരും കീർത്തിക്കാറുള്ളത്. അതുകൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം ആ വിഷ്ണുവിൻ്റെ ലീല എന്നാണ്. ഭഗവാന്റെ മഹാത്മ്യം പൂർണ്ണമായിട്ട് നുകരുവാനോ ആ നുകർന്നതിനെ പൂർണ്ണമായിട്ട് പകരുവാനോ നമുക്കാകില്ല. എല്ലാ പ്രകാരത്തിലും എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പറഞ്ഞു തരാമെന്നാണ്. അങ്ങനെ യഥാമതി വർണ്ണിക്കപ്പെടുന്ന ഭഗവൻ മഹാത്മ്യം നിമിത്തം ഗുണമേളനജന്യമായിട്ടുള്ള ഈ ശരീരത്തിൽ മായയുടെ പ്രഭാവത്താൽ ഞാനെന്നും എൻ്റേതു എന്നുള്ള ഭാവത്താൽ സംസാര ദുഃഖം അനുഭവിക്കുന്ന സാധാരണക്കാർ അല്ലേ, അവൻ്റെ യഥാർത്ഥ സ്വരൂപമറിഞ്ഞ് അന്തഃകരണ ശുദ്ധി നേടിയെടുക്കുവാൻ കഴിയും അവർക്ക് എന്നാണ്. ഭഗവൻ മഹിമയോളം ശുദ്ധികേതുത്വം മറ്റൊന്നിനുമില്ലാത്തതിനാൽ പരിപൂർണമായിട്ട് അറിയുന്നില്ലെങ്കിലും അറിവിനനുസരിച്ച് ഞാനിതാ ആ ഭഗവത് കഥകൾ പറഞ്ഞു തരാം എന്നാണ്. കഹം അന്തമതിക്കുമിതം മന്ഥനം ക്ഷീരവാരിധേ. അറിഞ്ഞുകൊള്ളുവാൻ പണി നിൻ മഹത്വം അറിഞ്ഞു ചൊല്ലുന്നവരോ ചുരുക്കം. കനിഞ്ഞു നീയുൾക്കരളിൽ തെളിഞ്ഞാൽ തെളിഞ്ഞിടും നിൻ മഹിമാനുഭാവം. അങ്ങനെയാണ് ഇവിടെ കലിയെ നിയന്ത്രിച്ച പരീക്ഷത്തിനെ തന്നെ കലി ബാധിക്കുന്ന രംഗമാണ് പിന്നെ വർണ്ണിക്കുന്നത്. സുതൻ പറയുകയാണ്, ഏകദാ ധനുരുദ്യമ്യ വിചരൻ മൃഗയാം വനേ മൃഗാനനുഗതശ്രാന്ത ക്ഷുതിതസ്തൃഷിതോ ഭൃശം. ഒരിക്കൽ പരീക്ഷത്ത് നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പോയി എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ചരിതം ആരംഭിക്കുന്നത്. ഈ നായാട്ടിലേർപ്പെടുന്നത് വാസ്തവത്തിൽ ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തലാണ്. 7ഓളം ദുരിതസ്ഥാനങ്ങളിലൊന്നാണ് ഈ നായാട്ട്. ആഖേടാക്ഷ അങ്കനാ സേവ പാനഞ്ജൈവ അർത്ഥദൂഷണം വാഗ്ദണ്ഡീയശ്ച പാരുഷ്യം സപുതൈതാനിവർജേന്നാണ്. നായാട്ടിൻ്റെ ദോഷവശങ്ങളെ പറഞ്ഞു തരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം അല്ലേ? അതിലൊന്നാണ് ദശരഥൻ്റെ ചരിതം. ഏകദാ തമസാ നദീം പ്രാപ. ദശരഥൻ നായാട്ടിൽ കമ്പം വർദ്ധിച്ച് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം നായാടി ഒരു നദീതീരത്ത് എത്തിച്ചേർന്നു. കുംഭപൂരണഭവപ്പെടുരുച്ചൈരുച്ചാര നിനദോംഭതി സസ്യാഹ തത്ര സ ദ്വിരദബൃംഹിതശങ്കീ ശബ്ദപാദിനമിഷും വിസർജ. ഒരു മുനികുമാരൻ ആ നദിയിൽ നിന്ന് കുടത്തിൽ നദീജലം എടുക്കുമ്പോൾ അതൊരു ആനയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ദശരഥൻ ആനയുടെ മസ്തകത്തെ ലക്ഷ്യമാക്കി അമ്പെയ്തു എന്നാണ്. ആ അമ്പ് ചെന്ന് തറച്ചത് എവിടെയാ? മുനികുമാരൻ്റെ മാർവിടത്തിലായിരുന്നു എന്നാണ്. മുനികുമാരൻ്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ദശരഥനെ തെറ്റു മനസ്സിലായി. ആ മുനികുമാരനെ
അദ്ദേഹത്തിന് അന്ധരായ മാതാപിതാക്കളുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആ മുനികുമാരൻ മരിക്കാനിടയായി. ആ മരിച്ച മുനികുമാരൻ്റെ വൃദ്ധനായിട്ടുള്ള പിതാവ് ഹസ്താർപ്പിതേഹി നയനവാരിഭിരേവ ഭൂമിപതിം ശശാപ, കൈക്കുമ്പിളിലേക്ക് പകർന്നതായിട്ടുള്ള കണ്ണുനീർ തുള്ളികൾ കൊണ്ട് തന്നെ ആ ദശരഥനെ ശപിക്കുന്നതായ രംഗം. ഭവാനബി അന്ത്യവയസി അഹമിവ പുത്രശോകാത് ദൃഷ്ടാന്തമപ്സ്യസി അപ്സ്യതി. അല്ലേ? ആ ശാപത്തിൻ്റെ ഫലമായി ദശരഥൻ പ്രാണപ്രയാണ വേളയിൽ പുത്രവിയോഗ ദുഃഖം അനുഭവിച്ചുകൊണ്ട് രാമ രാമ എന്ന് അല്ലേ വിലപിച്ചുകൊണ്ട് വിലപിക്കേണ്ടി വന്നു, ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്നാണ്. ഈ നായാട്ടിൻ്റെ നായാട്ടിനെക്കുറിച്ചൊക്കെ മുച്ചുകുന്ദനെ അനുഗ്രഹിക്കുന്ന വേളയിൽ ഭഗവാനും പറയുന്നുണ്ട്. എന്താ ഭഗവാൻ പറയുന്നത്? ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തൂന്യവധീർ മൃഗയാദിഭി സമാഹിതസ്തപസാജഹ്യഖം മധുപാശ്രിത. അല്ലേ? അങ്ങ് ക്ഷത്രിയധർമ്മത്തിലിരിക്കെ ഒരുപാട് നായാട്ടിലും മറ്റും ഒരുപാട് പ്രാണികളെ കൊല്ലാനിടവന്നിട്ടുണ്ട്. എന്നെ തന്നെ ആശ്രയിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കിയും ആ പാപങ്ങളെ മുഴുവൻ തപസ്സുകൊണ്ട് നശിപ്പിക്കണം. ത്വം അനന്തരേ ജന്മനി സർവഭൂതസുഹൃത്തമോ ദ്വിജവരോ ഭൂത്വ കേവലം മാം ഉപേക്ഷസി. അടുത്ത ജന്മത്തിൽ സർവഭൂതഹിതരതി കൈമുതലായുള്ള ഒരു ബ്രാഹ്മണനായി ജനിച്ച് അങ്ങ് എന്നെ പ്രാപിക്കുന്ന ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ ചൂതുകളിയുടെ ദോഷം. ചൂതുകളിയിൽ ഏർപ്പെട്ടതുകൊണ്ട് പാണ്ഡവന്മാർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? ഋഗ്വേദത്തിലൊരു മന്ത്രഭാഗം തന്നെയുണ്ട്, കിതവസൂക്തം അക്ഷസൂക്തം എന്നൊക്കെ പറയുന്ന ആ മന്ത്രഭാഗത്തിൽ പറയും, അക്ഷയർമാ ദിവ്യ കൃഷിം ഇത്കൃഷസ്വ. പശ്ചാത്താപവിശനായ ഒരു ചൂതുകളിക്കാരൻ തൻ്റെ പഴയകാലത്തെ ആ ചൂതുകളി ഭ്രാന്തിനെക്കുറിച്ചൊക്കെ വിവരിക്കുകയാണ്. പകിടകൾ കയ്യിലിട്ടുരുട്ടി ഒന്നിച്ച് ചൂതുപലകയിലേക്ക് എറിയുമ്പോൾ ഉണ്ടാകുന്ന ആ മുഴക്കം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നാണ്. ചൂതുകളിച്ച് അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അല്ലേ? അവസാനം അദ്ദേഹം തൻ്റെ ഈ ഗതികേടിനെക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തപിച്ച് ശബ്ദമായ ഈ കളി ഇനി ഒരാൾ പോലും കളിക്കരുത്, കൃഷി ചെയ്ത് ജീവിക്കണം എന്നൊക്കെയാണ് അവിടെ ഉപദേശിക്കുന്നത്. ദ്യൂതം ഹി വൈരായ മഹാഭയായ, അങ്ങനെ പറയാം. പിന്നെ ആഖ്യയുടെ അക്ഷം അങ്കനാസേവ, അല്ല, ചീത്ത സ്ത്രീകളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കമൊക്കെ നമ്മളെ അധപതിപ്പിക്കുന്നതാണ്. രഘുവംശത്തിൽ വിശ്വമഹാകവി കാളിദാസൻ അഗ്നിവർണ്ണൻ എന്ന ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. അല്ലേ? അദ്ദേഹം നിരന്തരം ആ അന്തപ്പുര നാരിമാരുമായിട്ട് രസിച്ചും രമിച്ചും കഴിയുന്നതായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ പാനം, മദ്യപാനം, അർത്ഥദൂഷണം, വാക്പാരുഷം, ദണ്ഡപാരുഷം മുതലായിട്ട് ഒരുപാട് ദുരിതസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ നായാട്ട്. അല്ലേ? ഇവിടെ പരീക്ഷത്തിൻ്റെ ചരിതം പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹം നായാട്ടിലേർപ്പെട്ടു. നായാടി ദാഹിച്ചു പറഞ്ഞ പരീക്ഷത്തെ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുന്നതായ രംഗം. അവിടെ ധ്യാനനിമഗ്നനായ ഒരു മുനീശ്വരൻ മാത്രം. ആ മുനീശ്വരനോട് പരീക്ഷത്തിൽ ദാഹജലം ചോദിച്ചു. ധ്യാനലീനനായതുകൊണ്ട് രാജാവ് വന്നതുപോലും അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ്. അല്ലേ? മേൽപ്പത്തൂർ പറയും സേവായാം അഗ്നധീഹി എന്നൊക്കെ പറയാറുണ്ട്. ആ മട്ടിൽ അല്ലേ? അങ്ങേയറ്റം ഭക്തിയോടുകൂടിയിട്ട് ഇദ്ദേഹം ആ ധ്യാനത്തിൽ ആണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹം ഈ പരീക്ഷത്ത് വന്നത് അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ്. അലബ്ധതൃണഭൂമ്യാതിരസംപ്രാപ്തിർഘ്യസൂനൃത അവജ്ഞാതമിവാത്മാനം മന്യമാനശ്ചുകോപഹ. ആ ആശ്രമത്തിൽ ഒരാൾ പോലും രാജാവിനെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. സ്വീകരണം നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നത് പോട്ടെ, അല്ലേ? നല്ലൊരു വാക്ക് പറയാൻ പോലും ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷത്തിന് കോപം വന്നു. അഭൂതപൂർവ സഹസ ക്ഷത്രുഭ്യാമർദ്ദിതാത്മനഃ ബ്രാഹ്മണം പ്രത്യഭുത് ബ്രഹ്മൻ മത്സരോ മനുരേവച. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പരീക്ഷത്തിനെ ആ മുനീശ്വരനോട് അഭൂതപൂർവ മത്സര മന്യു ഏവച, അതിനു മുമ്പ് ഒരാളോട് പോലും ഉണ്ടാകാത്ത വിധത്തിൽ
അല്ലേ? മത്സരബുദ്ധിയും മന്യുവും ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ ഈ മന്യു എന്ന് വെച്ചാൽ? മന്യത് അനേന ഇതി മന്യു. ഏതുകൊണ്ടാണോ ഒരാൾ സ്വയം എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഇല്ലേ, അതിനെയാണ് മന്യു എന്ന് പറയുക. ആ മന്യുവാണ് നമ്മളെ കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്യിക്കുന്നത്. ഇനി ഈശ്വരന്മാരിലാണ് അങ്ങനെയുള്ള മന്യു എങ്കിൽ അത് ലോകാനുഗ്രഹ ഹേതുവാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാരല്ലല്ലോ ഈശ്വരന്മാർ, അല്ലേ? അതുകൊണ്ടാണ് മഹാദേവൻ്റെയൊക്കെ മന്യുവിനെയൊക്കെ നമ്മൾ വന്ദിക്കാറുണ്ട്, അല്ലേ? ശ്രീരുദ്രത്തിൽ കാണാം, നമസ്തേ രുദ്രമന്യവ, അല്ലേ? ഉദോദ ഇഷവേ നമ, നമസ്തേ രുദ്ര മന്യവേ തേ നമഃ. ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഈ മന്യു ഉണ്ടാകുമ്പോഴായി കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നത്. ഇവിടെ ക്രോധിച്ചു വശായി എന്നാണ്, കോപം വന്നു. ആര്? പരീക്ഷിത്തമ്പുരാൻ. ഈ പരീക്ഷിത്തമ്പുരാൻ നിസാരക്കാരനല്ല, അല്ലേ? സദ്ഗുണസമ്പന്നനായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് ഭാഗവതം പറയുന്നുണ്ട്. യയാതിരവ ധാർമ്മിക വൃദ്ധാനാം പര്യുപാസക പ്രഹ്ലാദേവ സദ്ഗ്രഹ, അല്ലേ? അത്രയ്ക്ക് കേവനാണ് ഈ പരീക്ഷത്ത്. അങ്ങനെയുള്ള ആ പരീക്ഷത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിജാത ഗോവിദാഹ സൂത്യാം യഥാസമാധിശൻ തഥാ മഹദ്ഗുണോ മഹാഭാഗവത പരീക്ഷിത് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഗുണനിധിയായിട്ടുള്ള പരീക്ഷത്തിന് കൂടി കോപം വരുന്നുണ്ട് എന്നാണെങ്കിൽ, അദ്ദേഹം കൂടി കോപത്തിന് അടിപ്പെടുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളൊക്കെ എത്ര കണ്ട് ജാഗ്രത പാലിക്കണം, അല്ലേ? ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശീലം മാത്രമാണ് രാജാവ് എന്നുള്ള നിലയിൽ പരീക്ഷത്തിനുള്ളത്. ഈ ആശ്രമത്തിൽ തന്നെ സ്വീകരിക്കാൻ ആരുമില്ല എന്ന് കണ്ട ആ പരീക്ഷത്തമ്പുരാൻ സതു ബ്രഹ്മരുഷേരം സേകദാസമുരുകം ഋഷ വിനിർഗച്ഛന്തനുഷ്കോട്ട്യാ നിധായ പുരമാഗമത്. സമീപത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പിനെ തൻ്റെ വില്ലിൻ തലപ്പ് കൊണ്ട് എടുത്തുകൊണ്ട് ഈ മുനീശ്വരൻ്റെ കഴുത്തിലിട്ടോ അവിടുന്ന് വിട്ടു പോകുന്നതായിട്ട് രംഗം. യേശ നിവൃതാശേഷകരണോ മീലദക്ഷണക്കും ആഹോസി ക്ഷത്രബന്ധുഭിക്കും നുസ്യാദിതി മൃഷാസമാധിക്കും. ഇദ്ദേഹം ജിതേന്ദ്രിയനായിട്ട് കണ്ണടിച്ചിരിക്കുകയാണോ വാസ്തവത്തിൽ, അല്ലേ? വാസ്തവത്തിൽ ധ്യാനിക്കുക തന്നെ ആയിരിക്കുമോ? അതോ ഇങ്ങനെയുള്ള ക്ഷത്രിയാധിപന്മാരെ കൊണ്ട് എനിക്കെന്താ ആവശ്യം എന്ന ഭാവത്തിൽ ഇദ്ദേഹം കള്ളസമാധിയായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു പരീക്ഷത്ത് തൻ്റെ വില്ലുകൊണ്ട് ആ പാമ്പിനെ, ചത്ത പാമ്പിനെ എടുത്ത് അമുനീശ്വരൻ്റെ കഴുത്തിലിട്ടത് എന്നാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുത്രൻ, ഈ മുനീശ്വരൻ്റെ പുത്രൻ, തസ്യ പുത്രോ അതിതേജസ്വീ വിഹരൻ ബാലഗോർഭഗേ രാജ്ഞാഘം പ്രാപിതം ദാതം ശ്രുത്വാ തത്രേതമബ്രവീത്. ഈ സംഭവം നടക്കുമ്പോൾ ആ മുനീശ്വരൻ്റെ മകൻ ആ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവ് കാണിച്ച ഈ നീചകർമ്മം കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയ ആ കുമാരൻ എന്തെന്നില്ലാത്തതായിട്ടുള്ള ആ കോപം വരുന്നതായിട്ടുള്ള ആ രംഗം ഒരുപാട് കാലം തപസ്വാധ്യായ നിരതനായിട്ട് പിതാവിൻ്റെ കൂടെ കഴിഞ്ഞതായിട്ടുള്ള ആ കാലഘട്ടത്തെയും പിതാവിൽ നിന്ന് നേടിയെടുത്തതായിട്ടുള്ള ഹിതസംസ്കാരത്തെയൊക്കെ ആ മുനികുമാരൻ മറന്നു എന്നാണ്. മുനികുമാരൻ കൂട്ടുകാരോട് പറഞ്ഞു, പടികാക്കുന്ന നായ സ്വാമിദ്രോഹം ചെയ്യുന്നത് പോലെയും കാക്കകൾ ആഹാരപദാർത്ഥങ്ങൾ കവർന്നുണ്ണുന്നത് പോലെയുമാണ് ചില രാജാക്കന്മാർ പെരുമാറുന്നത്. കൃഷ്ണേ ഗതേ ഭഗവതേ ശാസ്ത്രോത്പഥഗാമിനാം തദ്ഭിന്നസേതോനദ്യാഹം ശാസ്മി പശ്യമേ ബലം. ധർമ്മമാർഗം തെറ്റി നടക്കുന്നവരെ നിയന്ത്രിച്ചിരുന്ന ഭഗവാൻ സ്വധാമഗമനം ചെയ്ത ഈ വേളയിൽ ധർമ്മമര്യാദ തെറ്റി നടക്കുന്ന, എന്തും ചെയ്യാമെന്ന് കരുതുന്ന രാജാവിന് ഞാൻ കഠിനമായ ശിക്ഷ തന്നെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനികുമാരൻ പരീക്ഷത്തിനെ ശപിക്കുന്നതായ രംഗം. ഇന്നേക്ക് 7-ാം നാൾ തക്ഷകദംശനമേൽക്കാനിടവരട്ടെ എന്ന ഘോരമായിട്ടുള്ള ശാപം. രാജാവിനെ ശപിച്ചതിനു ശേഷം ആ മുനികുമാരൻ പർണശാലയിലേക്ക് ഓടിയെത്തി ചത്ത പാമ്പിനെ കഴുത്തിലണിഞ്ഞ പിതാവിനെ കണ്ട് അങ്ങേയറ്റം ദുഃഖത്തോടെ കരയുന്നതായ രംഗം. സ്വന്തം മകൻ്റെ കരച്ചിൽ കേട്ട മുനീശ്വരൻ കൺതുറന്നു. സ്വാംസേ മൃതോരകം ദൃഷ്ട്വാ വിസൃജ്യ. തൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ട് അതിനെ എടുത്തു മാറ്റി മകനോട് ചോദിച്ചു, ത്വം കസ്മാതിരോധിഷി കേന വാ അപകൃതം,
എന്തിനാ മോനെ കരയുന്നത്? ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നാണ്. മുനികുമാരനുണ്ടായ സംഭവം മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ മുനികുമാരൻ്റെ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കിയ പിതാവ് മുനീശ്വരൻ പറഞ്ഞു, കഷ്ടമായി പോയല്ലോ മോനെ, രാജാവ് വളരെ ചെറിയൊരു കുറ്റമാണ് ചെയ്തത്, അതിന് ഇത്രയും കഠിനമായിട്ടുള്ള ശിക്ഷ നൽകരുതായിരുന്നു എന്നാണ്. തെറ്റായിപ്പോയി. അലക്ഷ്യമാണേ നരദേവനാംനി രഥാംഗപാണാവയമംഗലോക തദാഹി ചൗരപ്രചുരോ വിനങ്ക്ഷത്യരക്ഷമാണോ അവിവരൂധഭക്ഷണാത്. രാജാവിൻ്റെ പേരുള്ള രഥാംഗപാണിയായിട്ടുള്ള ഭഗവാൻ കാണപ്പെടാതിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ രാജാവില്ലാതെയായാൽ ഈ ലോകം അപ്പോൾ തന്നെ നാഥനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ നശിക്കാനിട വരും എന്നാണ്. ഇങ്ങനെയൊക്കെ ആ മുനീശ്വരൻ തൻ്റെ മകൻ ചെയ്ത പ്രവൃത്തിയെ മഹാപാപമായി കണ്ട് അപക്വമായിട്ടുള്ള ബുദ്ധിയാൽ തൻ്റെ മകൻ ചെയ്ത തെറ്റ് പൊറുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇതേസമയം പരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താ? താൻ മുനീശ്വരനോട് ചെയ്തത് മഹാപാപമാണെന്ന് ചിന്തിച്ച പരീക്ഷത്തമ്പുരാൻ ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതി ദീർഘാത് തതസ്തു കാമം ത്വഘനിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവമത്ത. ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ഭഗവാൻ തന്നെ ശിക്ഷിച്ചോട്ടെ എന്ന് കരുതി ഒന്ന് ചിന്തിച്ചു പരീക്ഷത്തിനാണ്. പരീക്ഷത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മുനികുമാരൻ്റെ ശാപത്തെക്കുറിച്ച് അദ്ദേഹം അറിയുന്നത്. നിസ്സാരമായ ഈ ലൗകിക ജീവിതം വെടിയുവാൻ, വിരക്തനാകുവാൻ ഭഗവാൻ തന്നെ തന്ന ഒരവസരമാണ് ഇത് എന്ന് കണക്കാക്കി പരീക്ഷത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങൾ മാത്രം ശരണമായി കരുതി അമർത്യനിദ്യാം പ്രായം ഉപാദിശത്. പ്രായോപവേശ വ്രതത്തോടു കൂടിയിട്ട് പരിപാവനമായ ഗംഗാതീരത്തെത്തി. എന്താണ് ഈ പ്രായോപവേശ വ്രതം? പ്രായോപവേശ എന്ന് വെച്ചാൽ പ്രായേണ മൃത്യുനിമിത്തക അനശനേന ഉപവേശ സ്ഥിതി. മരണാസന്നനായിട്ട് ജലപാനം പോലും ഉപേക്ഷിച്ച് അല്ലേ തീവ്രമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് ഉള്ള ആ ഒരവസ്ഥ. യാവൈലശ്രീ തുളസി വിമിശ്ര കൃഷ്ണാംഗ്രിരേണു അഭ്യധികാംബുനേത്രീ പുനാതിലോകാനുഭയത്ര ശേഷാൻ കസ്താം ന സേവേത മരിഷ്യമാണ. ശ്രീലസിക്കുന്ന തുളസിയോടുകൂടിയ കൃഷ്ണപാജാബ്ജ ധൂലികയാൽ അഭ്യധികമായിട്ടുള്ള ജലത്തെ വഹിച്ചുകൊണ്ടൊഴുകുന്ന ഏതൊരു നദി ഈശ്വരന്മാരോടുകൂടിയ ലോകങ്ങളെ ഇരുവശത്തും ശുദ്ധമാക്കുന്നത്. മരിഷ്യമാണ് കസ്താം ന സേവേത. മരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ആ നദിയെ സേവിക്കാതിരിക്കുക എന്നുള്ളതാണ്. പരിപാവനമായിട്ടുള്ള ഗംഗയുടെ മഹാത്മ്യത്തെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. യൗജ നിസ്സൃത സരിത്പ്രവരോധകേന തീർത്ഥേന മൂർധന അധികൃതേന ശിവശ്ശിവോ ഭൂത്നാണ്. ഭഗവത് പാദങ്ങളെ തലോടി വരുന്നതായിട്ടുള്ള ഗംഗാജലത്തെ ധരിച്ചപ്പോഴാണ് മഹാദേവൻ പോലും കൃതകൃത്യനായത്, ശിവൻ ശിവനായി മാറിയത് എന്നാണ്. ആ ഗംഗാനദീ ജലപതനസ്വനം പോലും മംഗളതമാണ് എന്നാണ്. രുധിനിപാത ശിവസ്വനാം അല്ലേ, രുധിനിപാത ശിവസ്വനാസു എന്നൊക്കെയാണ്. പുനാതികീർത്തിതാ പാപം ദൃഷ്ടാ ഭദ്രം പ്രയച്ഛതി അവഗാഠാച പീതാച പുനാതി ആസപുതകം ഫലം എന്നാണ്. കീർത്തിതാ ഗംഗ പാപം പുനാതി, ദൃഷ്ടാ ഗംഗ ഭദ്രം പ്രയച്ഛതി എന്നാണ്. ആ ഗംഗയുടെ മഹാത്മ്യം കീർത്തിക്കുന്നത് തന്നെ നമ്മുടെ സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അത്രയും വിശേഷപ്പെട്ടതായിട്ടുള്ള ഗംഗാനദി. യത് പാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷജന്മോപജിതം അലംധിയ സദ്യക്ഷണോ അതെന്നുഹമേധതി സതീയഥാ തദങ്കുഷ്ടവിനിസ്തൃതാ സരിത്. സംസാര താപതപ്തന്മാരുടെ സകല അന്ധക്കരണ മാലിന്യത്തെയും ഭഗവാന്റെ പെരുവിരലിൽ നിന്നൊഴുകി വരുന്ന നദി പോലെ ഉടനെ നശിപ്പിക്കുന്നു എന്നാണ്.
അത്രയ്ക്ക് വിശേഷപ്പെട്ടതായിട്ടുള്ള ആ ഗംഗാനദി, ആ ഗംഗാനദിയുടെ തീരത്ത് വെച്ച് പരമഭാഗ്യവന്മാരായിട്ടുള്ള ഒരുപാട് മഹാനുഭാവന്മാരെ സേവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ പരീക്ഷിത്ത് തമ്പുരാന് കിട്ടുകയാണ്. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോയതാവൈ. അല്ലേ? ഒരുപാട് ഭാഗ്യാതിരേഖത്താലാണ് നമുക്ക് ഈ മനുഷ്യജന്മവും അതുപോലെ മനുഷ്യജന്മത്തിൽ തന്നെ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്ക ഭാഗ്യവും ഉണ്ടായിച്ചേരുന്നത്. പരിപാവനമായ ഗംഗാതീരത്ത് വെച്ച് ഈ മഹാനുഭാവന്മാരെ കണ്ടുമുട്ടുക എന്നുള്ളത് അതിലേറെ ഭാഗ്യമാണെന്നാണ്. അതുകൊണ്ടാണ് വാഴകുന്നം പറഞ്ഞത്, എന്നെപ്പോലുഴലുന്ന മന്ദമതിതൻ മോക്ഷത്തിനിന്നോർക്കുകൾ സമ്മേളിപ്പൊരു സജ്ജനാഗ്രണികൾ തൻ മധ്യത്തിൽ വാണാൽമതി. അല്ലേ? പരീക്ഷിത്ത് തമ്പുരാൻ ആലോചിച്ചു, ഞാനൊരു മഹർഷീശ്വരനെയാണ് ഉപദ്രവിച്ചത്, എന്നിട്ടുകൂടി എന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇതാ ഇവിടെ ഒരുപാട് മഹർഷീശ്വരന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു. ചിന്തിച്ച് ഏവം ച തസ്മിൻ നരദേവദേവേ പ്രയോപവിഷ്ടേ ദിവി ദേവസംഘാഹ പ്രശസ്യ ഭൂമോ വിഗ്രൻ പ്രസൂനഹി മുതാ മുഹൂർദ്വന്ദ്ുപേസ്തി നേതു. പ്രായോപവേശ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഗംഗാതീരത്ത് വർത്തിക്കുന്ന ആ പരീക്ഷിത്ത് തമ്പുരാനെ ദേവന്മാരൊക്കെ പരീക്ഷിത്ത് തമ്പുരാനെ പ്രശംസിച്ച് ആ പുഷ്പവൃഷ്ടി ചെയ്യുന്നതായിട്ടുള്ള ആ രംഗം. പരീക്ഷിത്ത് തമ്പുരാൻ അവിടെ എത്തിയ മഹർഷീശ്വരന്മാരോട് മുഴുവൻ പറഞ്ഞു, സത്യലോകത്തിലെ സ്വരൂപധാരികളായ വേദങ്ങളെപ്പോലെ തേജോമയന്മാരായിട്ടുള്ള നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകത ഹൃദയപരാനുഗ്രഹം, ആത്മശീലം, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു സ്വാർത്ഥത മാത്രമേ നിങ്ങൾക്കുള്ളൂ. തതശ്ചവ പൃച്ഛമിമം വിപൃച്ഛേ വിശ്രഭ്യഭിപ്രായതി കൃത്യതായാം സർവാത്മനാം മ്രിയമാണശ്ച കൃത്യം ശുദ്ധം ച തത്രാമൃത ആമൃഷത അഭിയുക്താഹ. എന്താണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സർവാത്മന ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യം? സപ്താഹം മമ ജീവിതാവധി മഹാന്മാരെ മുനിപ്രൗഢരെ സപ്തഗ്രന്ഥി വിഭേദകം ഹരിപദം ധ്യാനിച്ചിരിപ്പേനഹം. സപ്താഹേന മയാ കിമത്ര വിധിനാ കർത്തവ്യമത്യുത്തമം ദീപ്താർക്കപ്രഭവുണ്ട നിങ്ങൾ അരുളിച്ചെയ്യാൻ. നിങ്ങൾ മരണാസന്നനായിട്ട് വർത്തിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. അവരിൽ ഒരാൾ പോലും പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. കാരണം അവർക്കറിയാം, അല്ലേ, ഇദ്ദേഹത്തിൻ്റെ സകല ചോദ്യത്തിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് സകല ചോദ്യത്തിനും നിവൃത്തി വരുത്തേ ഹരിപദത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ പോലും മറുപടി പറഞ്ഞില്ല എന്നാണ്. ഇതാ ഇവിടെ ഭഗവാന്റെ നിശ്ചയം എന്നോണം. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാഗാമഠമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ മൃതശ്ച ബാലൈരവധൂതവേഷ. അവധൂതവേഷം, നിത്യം 16 വയസ്സ്, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ശ്രീശുക ബ്രഹ്മർഷി. ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാഹ. അങ്ങനെ വിശേഷപ്പെട്ട ആ മഹിമയോടുകൂടിയ ശ്രീശുക ബ്രഹ്മർഷി എവിടെ എത്തിച്ചേർന്നു അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്. ആ കണ്ണുകളിൽ അലയടിക്കുന്നതായ കൃപാസാഗരത്തിൻ്റെ അഗാധത ഇഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പരീക്ഷത്തിന് സാധിക്കുന്നില്ല. പരീക്ഷത്ത് തമ്പുരാൻ ശ്രീശുക ബ്രഹ്മർഷിയെ നോക്കി, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെയും നോക്കി. ശ്രീശുക ബ്രഹ്മർഷി തന്നോട് പറയുന്നത് പോലെ പരീക്ഷത്തിന് തോന്നിയെന്നാണ്. 7 നാളുണ്ടല്ലോ ജീവിച്ചിരിക്കുവാൻ, പേടിച്ചിടേണ്ട നീ ഞാനുള്ളപ്പോൾ. ഇങ്ങനെയുള്ള ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സുഖം, അല്ലേ? അവിടെ പരീക്ഷത്ത് തമ്പുരാൻ പറഞ്ഞു, യേഷാം സംസ്മരണാത്മംസാം സദ്യശുദ്ധ്യന്തി വൈഗ്രഹാ കിം പുനർദർശന സ്പർശ പാദശൗചാസനാദഭി. അങ്ങനെയുള്ള അങ്ങയെപ്പോലുള്ള മഹാനുഭാവന്മാരെ സ്മരിക്കുന്നത് തന്നെ ഭാഗ്യം. അപ്പോൾ പിന്നെ പൂജിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യമാണ്.
എൻ്റെ ഭാഗ്യോദയം കൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയുടെ സംസർഗഭാഗ്യമുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ ജീവിതം കൊണ്ട് നേടേണ്ടത് അതൊക്കെ നേടിയവനും യോഗികളുടെ പരമഗുരുവായിട്ടുള്ള അങ്ങയോടിതാ ഞാൻ ചോദിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് കാണണം, എന്ത് കാണരുത് എന്നിങ്ങനെ വിധിയും നിഷേധവും ചോദിച്ചു എന്നാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാലോ എന്നായിരുന്നു അല്ലേ. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇതൊക്കെ വാസ്തവത്തിൽ പരീക്ഷത്തിനെ മാത്രം ബാധിക്കുന്ന ചോദ്യങ്ങളല്ല, നമ്മളെയൊക്കെ ബാധിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഞാൻ എന്ത് ചെയ്യണം എന്നല്ല ചോദിച്ചത്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത് അല്ലേ. എന്ന് വെച്ചാൽ നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ലിവിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. പക്ഷേ വി ആർ ഡൈയിങ് ആണ്. എത്ര ഡൈ ഉപയോഗിച്ചാലും നമ്മൾ ഡൈ ആവുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങളൊക്കെ കേട്ട് ശ്രീ ശുകബ്രഹ്മർഷി പിന്നീട് മറുപടി പറയാൻ തുടങ്ങുന്നതായിട്ടുള്ള ആ രംഗം അവിടെ വർണ്ണിച്ചു. നമ്മളും ഇതേപോലെ എന്താണോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യം, ഇത്രയും വിശേഷപ്പെട്ടതായിട്ടുള്ള ജന്മം കിട്ടിയിട്ട് കൂടി അതൊന്നും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല നമ്മുടെ മനുഷ്യജന്മം. ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ മുഴുവൻ സവിസ്തരം മനസ്സിലാക്കിയിട്ട് അതുപ്രകാരം നമ്മൾ ചെയ്ത് ധർമ്മ ആചരണത്തിലൂടെ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ഏതായാലും ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ അനുമോദിച്ചുകൊണ്ട് ബാദരായണി മറുപടി പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് സൂതൻ. അവിടെ ശ്രീ ശുകൻ പറഞ്ഞു എന്നല്ല, ബാദരായണി എന്നാണ് പറഞ്ഞത്. എന്താ ഈ ബാദരായണി എന്ന് വെച്ചാൽ അന്യത്ര ദശഭിർവർഷൈഹി യത് പുണ്യമുപലഭ്യതേ മനുജൈഹി ഏകരാത്രസ്യ വാസാത് ബദരികാശ്രമേന്നാണ്. ബദരികാശ്രമത്തിൽ തീവ്രമായ ഭക്തിയോടുകൂടി നിരന്തരം തപസ്സനുഷ്ഠിച്ചതായിട്ടുള്ള ആ ബാദരായണൻ, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ബാദരായണി. ആ ബാദരായണി മറുപടി പറയാൻ തുടങ്ങി. അതൊക്കെ ആ മറുപടിയൊക്കെ നിരവധി ഭാഗവതോത്തമന്മാരിൽ നിന്നും നമുക്കൊക്കെ കേൾക്കാനിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗവത പരമഹംസം നിരന്തരമായിട്ടുള്ള തൻ്റെ പ്രഭാഷണത്തിലൂടെയൊക്കെ നിരവധി ഭക്തജനങ്ങളെ ഭഗവാനിലേക്ക് അടുപ്പിച്ച ആ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തേജോമയമാക്കിയ ഈ മള്ളിയൂർ ഗണപതി ഭഗവാന്റെ പുണ്യസങ്കേതത്തിൽ വെച്ച് ആ പരമഹംസ സംഹിതയെ ഇതാ നിങ്ങളോടൊത്തുകൂടി ഉപാസിക്കുവാൻ കിട്ടിയ അവസരം പരമഭാഗ്യമായിട്ട് കരുതുന്നു. അംബോദേശിക ചാതകാവലിവ പ്രോദ്ഭുല്ലപത്മാകരേ ഹംസാനാം നികരോ യഥാ ഹിമകരേ യദ്വച്ഛഘോരവ്രജ മാഗന്ധേഷു മധൗ യഥാ വിഗതതി പുഷ്പേഷു ഭൃംഗോ യഥാ സ്വാമിൻ മാമകമാനസം വിഹരതാം ത്വയ്യേവ നിത്യം ഹരേ ആസ്താമന്യദിഹാർത്ഥശബ്ദപടലീം തച്ചിന്തനാദിക്രിയാം ശബ്ദവ്യാഹൃതജന്മപുണ്യനിവഹം പാപം ച വാഗ്ദോഷജം സർവം തത്പ്രജുഹോമി നന്ദതനയേ മന്ദസ്മിതാർദ്രാനനേ പൂർണ്ണബ്രഹ്മണി തൂർണമേഷ കരുണാസിന്ധുർമയി പ്രിയതാം ജ്ഞാനജ്ഞേയൊരു മുള്ളലിഞ്ഞു നിയതം പാടി സുഖിക്കുന്നതായി ശ്രോത്രം ഹൃത്തളിരെന്നിവയ്ക്കു പുളകം വീശുന്ന പുന്തന്നലായി സംസാരാമയ മാരണത്തിനു മരുന്നാകുന്ന വൃന്ദാവന പൊൻകുഞ്ഞിൻ കഥ നൽകിടട്ട നിതരാം നമ്മൾക്കു സന്മംഗളം. വൃന്ദാവന പൊൻകുഞ്ഞിൻ കഥ നൽകിടട്ട നിതരാം നമ്മൾക്കു സന്മംഗളം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.